ഹായ് എവരിവൺ, വെൽക്കം ടു KS റാങ്കർ. നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് മെഷർമെൻറ്റ്സ് ആൻഡ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്നുള്ള അതിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്നുള്ള ഭാഗമാണ് ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു സിലബസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ലീഗൽ മെട്രോളജിയുടെ ഈ ഒരു ഭാഗം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ പ്രധാനമായിട്ടും വരുന്നത് മെഷറിംഗ് ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ്സ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, ക്യാരക്ടറിസ്റ്റിക്സ്, എറേഴ്സ് ആണ് വരുന്നത്. ഇനി ഈ എറേഴ്സിൻ്റെ ഒരു നോട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്സിൻ്റെ ഫസ്റ്റ് മൊഡ്യൂൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എറേഴ്സ് പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ പഠിക്കുന്ന ഭാഗവും അതുപോലെ തന്നെ ഫിസിക്സിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കുന്ന എറേഴ്സും തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ രണ്ടും ചേർത്ത് വെച്ചുകൊണ്ട് പഠിക്കേണ്ടതാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രം. ഇനി നമ്മുടെ ഈ ഒരു മൊഡ്യൂളിലേക്ക് വരുന്ന സമയത്ത് ഇത് നമുക്ക് 2 ക്ലാസ്സുകളായിട്ടായിരിക്കും വരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അതായത് സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ക്ലാസിഫിക്കേഷൻ ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ്സ് വരുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മെഷർമെൻറ്റിന് വേണ്ടിയിട്ട് ഇപ്പം നീളം അളക്കാനാണെങ്കിൽ നമുക്ക് സ്കെയിൽ വരുന്നുണ്ട്, ടെമ്പറേച്ചർ അളക്കാൻ വേണ്ടിയിട്ട് തെർമോമീറ്റർ വരുന്നുണ്ട്, ഇനി പ്രഷർ അളക്കാൻ വേണ്ടിയിട്ട് ബാരോമീറ്റർ വരുന്നുണ്ട്, വോൾട്ട് അളക്കാൻ വേണ്ടിയിട്ട് വോൾട്ട് മീറ്റർ വരുന്നുണ്ട്, അതുപോലെ തന്നെ കറണ്ട് ആണെങ്കിൽ അമ്മീറ്റർ വരുന്നുണ്ട്. ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റുകൾ നമ്മൾ പലതരത്തിലുള്ള കാര്യങ്ങൾ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് അത് പ്രവർത്തിക്കുന്നതിൻ്റെയോ അതല്ലെങ്കിൽ അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസിൻ്റെയോ അടിസ്ഥാനത്തിൽ നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ആ ക്ലാസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പഠിക്കുന്നുണ്ട്. ആ ക്ലാസിഫിക്കേഷനിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന ഒരു ക്ലാസിഫിക്കേഷനാണ് ഡിഫ്ലക്ഷൻ ആൻഡ് നൾ ടൈപ്പ് എന്ന് പറയുന്നത്. അതായത് മെഷർമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന 2 ഡിഫറെൻറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഒന്ന്, ഡയറക്റ്റ് ആയിട്ട് ഡിഫ്ലക്ഷൻ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, മെഷർ ചെയ്യുന്നുണ്ടായിരിക്കും. രണ്ടാമത്തത് നൾ ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സീറോയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബാലൻസ് ചെയ്തുകൊണ്ട് വാല്യൂ നോക്കുന്നതിനെയാണ് നൾ ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രൂപത്തിലേക്ക് 2 ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ടായിരിക്കും. അടുത്തത് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്. നമ്മൾ ഉപയോഗിക്കുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സിന് അത് സ്റ്റാറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേഞ്ച് ചെയ്യാത്തത്, ഓക്കെ, ബൈ ഡിഫോൾട്ട് അതിനുണ്ടായിരിക്കുന്ന ചിലത് വരുന്നുണ്ട്. എന്നാൽ ഡൈനാമിക് എന്ന് പറയുന്നത് നമ്മൾ അത് മെഷർ ചെയ്യുന്നത് മൂലം അതിലേക്ക് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുന്നത് കാരണം അതിനുണ്ടാകുന്ന മാറ്റങ്ങൾ, അതാണ് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു കാര്യം കൂടെ നമ്മൾ പഠിക്കണം. പിന്നെ വരുന്നത് എറർ ഇൻ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. അതുപോലെ തന്നെ സ്കെയിൽ റേഞ്ച്, സ്കെയിൽ സ്പാൻ വരുന്നുണ്ട്, ദെൻ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ വരുന്നുണ്ട്. ഇത്രയും ഭാഗങ്ങളാണ് ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് കവർ ചെയ്യാനായിട്ട് വരുന്നത്. അതിൽ ഈ പറയുന്ന സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് വരെയുള്ള ഭാഗങ്ങൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കവർ ചെയ്യുന്നുണ്ടായിരിക്കും, ഒരു പോയിന്റ് പോലും വിട്ടുപോകാതെ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൂടെ വന്നു കഴിഞ്ഞാൽ മതി, ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് പഠിക്കുക. കാരണം ഈ പറയുന്ന ഓരോ ഭാഗത്തു നിന്നും വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ആ ഓരോ ചോദ്യങ്ങളും ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഭാഗത്തു നിന്നൊക്കെയുള്ള പ്രോബ്ലം ടൈപ്പ് ക്വസ്റ്റ്യൻസിനേക്കാളും നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധ്യതയുള്ളത് ഈ ഭാഗത്തു നിന്ന് വരുന്ന, കോംപ്രഹെൻസീവായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ഈ ഭാഗത്തു നിന്ന് വരുന്ന ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്ക് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മുടെ നോട്ട് ഒന്ന് കാണിച്ചു തരാം. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോട്ടുകൾ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം നമുക്ക് 2 ടൈപ്പ് ഓഫ് നോട്ടുകൾ വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് 2 ടൈപ്പ് ഓഫ് നോട്ടുകൾ വരുന്നുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പ്രിൻ്റ് റെഡി ആയിട്ടുള്ള നോട്ട് ഉണ്ടായിരിക്കും. ആ പ്രിൻ്റ് റെഡി നോട്ട് എന്തുകൊണ്ട് പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഇമേജസ് കാര്യങ്ങൾ ഉണ്ടായിരിക്കില്ല, നിങ്ങൾക്ക് കണ്ടന്റ് മാത്രമായിരിക്കും. ഇപ്പോൾ നമ്മൾ ടെലഗ്രാം ചാനലിലൊക്കെ കൊടുക്കുന്ന സാമ്പിൾ നോട്ട് എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രിൻ്റ് റെഡി ആയിട്ടുള്ള നോട്ടായിരിക്കും. അതിൽ ഇമേജസ് കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. എന്നാൽ നമുക്ക് ക്ലാസ് നോട്ട് വരുന്നുണ്ട്. ഈ ക്ലാസ് നോട്ടിലേക്ക് വരുന്ന സമയത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇമേജുകൾ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി ഈ പറയുന്ന പ്രിൻ്റ് റെഡി നോട്ട്, അതായത് ഈ പറയുന്ന നോട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഏത് കോഴ്സുകളായി കഴിഞ്ഞാലും ആ കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ പറയുന്ന പ്രിൻ്റ് റെഡി നോട്ട് നിങ്ങൾക്ക് അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, ഏത് കോഴ്സ് എടുത്തു കഴിഞ്ഞാലും ഇപ്പോൾ ഡയറി ഫാം ഇൻസ്ട്രക്ടർ ആയിക്കോട്ടെ, LSGD ആയിക്കോട്ടെ, അതല്ലെങ്കിൽ മെയിൻസ് ആയിക്കോട്ടെ, ഈ പ്രിൻ്റ് റെഡി നോട്ട് അവിടെ ഓൾറെഡി ഉണ്ടായിരിക്കും. അതിൻ്റെ ടെസ്റ്റുകളും നിങ്ങൾക്ക് ആ കോഴ്സിൽ ഓൾറെഡി ഉണ്ടായിരിക്കും. ഇനി ക്ലാസ്സുകൾ എടുക്കുന്നതിനനുസരിച്ചിട്ടാണ് ക്ലാസ് നോട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലാസ് നോട്ട് എന്ന് പറയുന്നത് പ്രിൻ്റ് റെഡി നോട്ടിൽ നിന്നും എൻറ്റയർലി ഡിഫറൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ നോട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഓരോ സ്ഥലത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഇമേജസ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾക്കത് ഈസിലി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളും എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഇതുപോലെ ഇമേജസ് ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് കണ്ട് മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതാണ് ക്ലാസ് നോട്ട്സിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓരോ സെക്ഷൻസും വളരെ കൃത്യമായിട്ട് ഇമേജസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ആ ഇമേജസിൻ്റെ ബേസിൽ നിങ്ങൾക്ക് ഓരോന്നും മനസ്സിലാക്കാം, എന്താണ് എന്നത് മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ഇത് തന്നെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കുക. ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്, അവിടെ ഇമേജ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, യെസ് അത് ഇൻഡിക്കേറ്റ് ചെയ്യാണ്. വോൾട്ട് മീറ്ററും അമ്മീറ്ററും ഇതിന് ഉദാഹരണമാണ്. അടുത്തത് റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്, അതെന്താണ്, റെക്കോർഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള വാല്യൂസ്, ഇപ്പോൾ ECG മെഷീൻസ്, അതുപോലെ തന്നെ ചാർട്ട് റെക്കോർഡ്, ഇതൊക്കെ ചെയ്യുന്നത് എന്താണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള വാല്യൂസ് റെക്കോർഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അത് റെക്കോർഡ് ചെയ്തിട്ടായിരിക്കും നമുക്ക് നൽകുന്നത്. എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റിലെ വാല്യൂ അല്ല തരുന്നത്, ഒരു സ്പാൻ ഓഫ് ടൈമിലുള്ള വാല്യൂ ആയിരിക്കും തരുന്നത്. അതുപോലെ തന്നെ ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ അക്യുമുലേറ്റ് ആയിട്ടുള്ള വാല്യൂ തരുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും.
അപ്പോൾ ഇങ്ങനെ ഇമേജ് കൂടെ വരുന്ന സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാക്കിയായിരിക്കും നിങ്ങൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് ഈ പറയുന്ന ക്ലാസ് നോട്ട് ഉണ്ടായിരിക്കും. ഇത് നിങ്ങൾക്ക് ഓരോ ക്ലാസ്സുകൾ കഴിയുന്ന സമയത്ത് കിട്ടുന്നുണ്ടായിരിക്കും. ഓക്കെ, സോ ഇങ്ങനെ 2 നോട്ടുകളായിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഏതാണോ താല്പര്യം വരുന്നത് അതിനനുസരിച്ചിട്ട് പഠിക്കുക. ഇനി പ്രിൻ്റ് റെഡി നോട്ട് പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ റീസൺ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ തൊട്ട് മുമ്പിൽ നോട്ട് ഉണ്ടായിരിക്കും. ഞാനിവിടെ ഉപയോഗിക്കുന്ന നോട്ട് ഉണ്ടായിരിക്കും. ഇമേജ് ഉണ്ടായിരിക്കില്ല എന്നുള്ളൂ, ബട്ട് നോട്ട് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കും. അതിൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് പോകാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അതുപോലെ തന്നെ പ്രിൻ്റ് റെഡി നോട്ടാകുന്ന സമയത്ത് അതിൽ നമ്പർ ഓഫ് പേജ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. കാരണം ഇമേജസ് ഒന്നും വരുന്നില്ലല്ലോ. നിങ്ങളുടെ പ്രിൻ്റ് എടുക്കാനുള്ള കോസ്റ്റ് കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ നോട്ടുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൻ്റെ എല്ലാം കംപ്ലീറ്റ് ടെസ്റ്റ് ഓൾറെഡി നിങ്ങൾക്ക് കോഴ്സിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന 8281694495 എന്ന് പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ലീഗൽ മെട്രോളജിയുടെ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ലീഗൽ മെട്രോളജി മാത്രമല്ല വേറെ ഏത് കോഴ്സ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ രൂപത്തിലേക്ക് നമ്മുടെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്, ഓക്കെ, ഡിഫറൻറ്റ് കോഴ്സുകളിലേക്കുള്ള നമ്മുടെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് ഈ രൂപത്തിലേക്കായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാം. അതല്ലെങ്കിൽ KS റാങ്കറിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് നേരിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ടോപ്പിക്കിലേക്ക് വരുന്ന സമയത്ത് ഫസ്റ്റ് ബേസിക് ആയിട്ട് ക്ലാസിഫിക്കേഷൻ ഓഫ് ദി മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് വരുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പലതരത്തിലുള്ള മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. പല കാര്യങ്ങൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ഇൻസ്ട്രുമെൻറ്റ്സുകൾ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ നമുക്ക് ലഭിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സിനെ പലതായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്ന് മെക്കാനിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ ഡിഫറൻ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ മെക്കാനിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്നൊക്കെ പറയുന്ന സമയത്ത് സിമ്പിളായിട്ട് മെക്കാനിക്കൽ സിസ്റ്റത്തിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും അത് വരുന്നത്. ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്ന സമയത്ത് പവർ ബേസ്ഡ് ആയിട്ടാണ് വരുന്നത്. ഇനി ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്ന സമയത്ത് അതിലേക്ക് അപ്ലൈ ചെയ്യുന്ന കണ്ടീഷൻസിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ടായിരിക്കും അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, കാര്യങ്ങൾ മെഷർ ചെയ്യുന്നത്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. തൽക്കാലം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, ക്ലാസിഫിക്കേഷൻ്റെ കേസ് മാത്രം. ഇനി അതുപോലെ തന്നെ അബ്സല്യൂട്ട് ഇൻഡയറക്റ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡറി ഡയറക്റ്റ് എന്ന് പറയുന്ന രൂപത്തിലേക്ക് വീണ്ടും നമുക്കൊരു ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ഈ സെക്കൻഡറി ഡയറക്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സിന് നമ്മൾ വീണ്ടും അനലോഗ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്നും അതുപോലെ തന്നെ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്നും പറയുന്നുണ്ട്. ഇപ്പോൾ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും ഡിജിറ്റൽ സ്പീഡോമീറ്റർ വരുന്നുണ്ട്. അവിടെ നമുക്ക് ഡിജിറ്റൽ ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും കാണിച്ചു തരുന്നത്. ഇനി അതുപോലെ തന്നെ അനലോഗ് ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ എക്സാമ്പിളാണ് വോൾട്ട് മീറ്റർ, അമ്മീറ്റർ ഒക്കെ. അവിടെ നമുക്ക് ഡിഫ്ലക്ഷൻ ആയിരിക്കും കാണിച്ചു തരുന്നത്. ഓക്കെ, ദെൻ ഈ പറയുന്ന അനലോഗ് ഇൻസ്ട്രുമെൻറ്റ്സിനെ വീണ്ടും നൾ ടൈപ്പ് എന്നും ഡിഫ്ലക്റ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്നും വീണ്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഡിഫ്ലക്റ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സിനെ ഇൻഡിക്കേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ്, അതുപോലെ തന്നെ ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്, റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഈ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു നേരത്തെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്, ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്, റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്ന രൂപത്തിലേക്ക് ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. നിങ്ങൾക്ക് ഒരു ക്ലാസിഫിക്കേഷൻ്റെ ചാർട്ട് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ് വരുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ കാറ്റഗറി. ഇനി നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാം. ഓരോ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻസിനെ ഒന്ന് നമുക്ക് നോക്കി വയ്ക്കാം. ഒന്നാമത്തത്, ചില ടൈപ്സ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സിന് കാലിബ്രേഷൻ ആവശ്യമായിട്ട് വരുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുത്തി കഴിക്കണം. ഓക്കെ, അതായത് ചില അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തി കഴിഞ്ഞാൽ മാത്രമേ നമുക്കവിടെ ആ ഒരു വാല്യൂ എക്സാക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ഇൻസ്ട്രുമെൻറ്റ്സിന് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അബ്സല്യൂട്ട് അതുപോലെ തന്നെ സെക്കൻഡറി എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിന് എക്സാമ്പിളാണ് ഈ പറയുന്ന ഗാൽവാനോമീറ്റർ, അതുപോലെ തന്നെ ഡിജിറ്റൽ മൾട്ടിമീറ്റർ. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ചില അഡ്ജസ്റ്റ്മെൻറ്റ്സുകൾ വരുത്തും. ഓക്കെ, അഡ്ജസ്റ്റ്മെൻറ്റ് അതായത് കാലിബ്രേറ്റ് ചെയ്യും. അപ്പോൾ കാലിബ്രേഷൻ വരുത്തി കഴിഞ്ഞാൽ മാത്രമേ എക്സാക്റ്റ് വാല്യൂയിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. അടുത്തത് ഫങ്ഷണൽ ഔട്ട്പുട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എങ്ങനെയുള്ളതാണ്, അത് ചിലപ്പം ഇൻഡിക്കേറ്റിംഗ് ആയിരിക്കും. ഇൻഡിക്കേറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പോയിന്റിലുള്ള വാല്യൂ ആയിരിക്കും തരുന്നത്. റെക്കോർഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പാൻ ഓഫ് ടൈമിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലാസ്റ്റ് 10 മിനിറ്റിൽ അല്ലെങ്കിൽ ലാസ്റ്റ് 15 മിനിറ്റിൽ, ലാസ്റ്റ് 1 ഡേ, ഒരു ദിവസത്തെ മുഴുവനായിട്ടുള്ള റെക്കോർഡഡ് വാല്യൂസ് ആയിരിക്കും അവിടുന്ന് നമുക്ക് കിട്ടുന്നത്. അതിനാണ് റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ സം ടോട്ടൽ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന KSEBയുടെ മീറ്റർ, ഓക്കെ, KSEBയുടെ മീറ്റർ, ആ KSEBയുടെ മീറ്ററിൽ ഓരോ സെക്കൻഡിൽ നമ്മൾ ഉപയോഗിക്കുന്ന കറണ്ട് അല്ല കാണിക്കുന്നത്. ഇന്ന് നിങ്ങൾ ഉപയോഗിച്ചതും നാളെ ഉപയോഗിക്കുന്നതും മറ്റന്നാൾ ഉപയോഗിക്കുന്നതിനോ കൂട്ടിയിട്ട് ഈ മാസത്തെ ടോട്ടൽ ആയിട്ടുള്ള കറണ്ട് ബില്ല് സം എടുക്കും. അതാണ് യൂണിറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത്, അവിടെ വരുന്നത്. ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന സമയത്ത് സമ്മേഷനാണ്. ഓക്കെ, ഇൻ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ സമ്മേഷനാണ്. അപ്പോൾ അതുപോലെ ഓരോ ദിവസത്തെയും ഓരോ മണിക്കൂറിലെയും വാല്യൂ കൂട്ടി ആ ഒരു ടൈം പീരീഡിൽ എൻറ്റയർ ആയിട്ട് എത്ര നമ്മൾ ഉപയോഗിച്ചു, എത്ര യൂണിറ്റ് കറണ്ട് ഉപയോഗിച്ചു, ആ സം ടോട്ടൽ വാല്യൂ ആണ് നമുക്ക് നൽകുന്നത്. അതിനെ നമുക്ക് ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഓരോന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കൂട്ടോ. ഇപ്പോൾ ബേസിക് ആയിട്ട് നിങ്ങൾ സബ്ജക്റ്റിലേക്ക് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവരുന്ന മാത്രമേ ഉള്ളൂ. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അതിൻ്റെ ഇമേജുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും.
ഓക്കെ, ആദ്യം ഇൻഡിക്കേറ്റീവ് ഇൻസ്ട്രുമെൻറ്റിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഓരോ സെക്കൻഡിലും ഇപ്പോൾ നിങ്ങൾ ബൈക്ക് ഓടിക്കുന്ന സമയത്ത് എത്ര കിലോമീറ്റർ പെർ ഹവറിലാണ്, അതായത് ഈ സെക്കൻഡിൽ നിങ്ങളുടെ ബൈക്ക് ചിലപ്പോൾ 40 കിലോമീറ്റർ പെർ ഹവർ ആയിരിക്കും. അതായത് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും, നിങ്ങളൊന്ന് ബ്രേക്ക് പിടിച്ചു 30 കിലോമീറ്റർ പെർ ഹവർ ആയി, വീണ്ടും ആക്സലറേഷൻ കൊടുത്തു 60 കിലോമീറ്റർ പെർ ഹവർ ആയി. ഓരോ സെക്കൻഡിലും നിങ്ങളുടെ ബൈക്കിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ വേഗത നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്ന് വെച്ചാൽ ആ സെക്കൻഡിലുള്ള വാല്യൂ, ആ ഇൻസ്റ്റൻറ്റിലുള്ള വാല്യൂ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതിന് നമ്മൾ ഇൻഡിക്കേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയും. ഇനി ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു റീഡിംഗ് നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, അതായത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്പാൻ ഓഫ് റീഡിംഗ് ആണ്. അപ്പോൾ റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻറ്റ്സിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഒരു സ്പാൻ ഓഫ് ടൈമിലുള്ള മുഴുവൻ കാര്യങ്ങളും അവിടെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് 0 സെക്കൻഡിൽ, ഓക്കെ, ഇത് 10 സെക്കൻഡിൽ, ഇത് 15 സെക്കൻഡ്, ഇത് 20 സെക്കൻഡ്, ഇത് 25 സെക്കൻഡ്. അപ്പോൾ നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും ഒരു 10 സെക്കൻഡ് മുമ്പ് എത്രയായിരുന്നു, 15 സെക്കൻഡ് മുമ്പ് എത്രയായിരുന്നു. ആ റീഡിംഗ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അവിടെ ക്യുമുലേറ്റീവ് അല്ല നൽകുന്നത്, ഓരോ ടൈം ഇൻ്റർവെല്ലിലുള്ള വാല്യൂ അവിടെ റെക്കോർഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എന്നാൽ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയാണ് ഇവിടെ മെഷർ ചെയ്യുന്നത്. ഈ പറയുന്ന സ്പീഡോമീറ്ററിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നത് ആ ഒരു ഇൻസ്റ്റൻറ്റിലുള്ള വെലോസിറ്റി എത്രയാണെന്നുള്ളത്. അപ്പോൾ ഇൻഡിക്കേറ്റീവ് ഇൻസ്ട്രുമെൻറ്റിലേക്ക് വരുന്ന സമയത്ത് ഒരു 10 സെക്കൻഡ് മുമ്പ് നിങ്ങളുടെ വാല്യൂ എത്രയാണെന്നുള്ളത് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടില്ല. എന്നാൽ ഈ പറയുന്ന റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻറ്റ്സിൽ 10 സെക്കൻഡ് മുമ്പുള്ള വാല്യൂ നിങ്ങൾക്കറിയാം. 25 സെക്കൻഡാണ് ഇപ്പം ഈ ഇൻസ്ട്രുമെൻറ്റ്സ് റീഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് 25 സെക്കൻഡ് ആയിട്ടുണ്ടെങ്കിൽ 15ാമത്തെ സെക്കൻഡിലുള്ള വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ 10 സെക്കൻഡ് മുമ്പുള്ള വാല്യൂ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതാണ് റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ പ്രത്യേകത. അടുത്തതാണ് ഈ പറയുന്ന ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ് വരുന്നുണ്ട്. ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ KSEBയുടെ റീഡർ, ആ റീഡറിലേക്ക് കഴിഞ്ഞ മാസത്തെ നിങ്ങളുടെ ബില്ല് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ യൂണിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 60 യൂണിറ്റ് ആണ്. അത് ആ ഒരു എൻറ്റയർ മാസത്തെ സം ടോട്ടൽ വാല്യൂ ആണ് നിങ്ങൾക്ക് നൽകുന്നത്. ആ ഇൻസ്റ്റൻറ്റിലെ വാല്യൂ അല്ല, അല്ലെങ്കിൽ കഴിഞ്ഞ ഓരോ മാസത്തെയും അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു മാസത്തെ ഓരോ ദിവസത്തെ വാല്യൂ, ഇത് രണ്ടും നിങ്ങൾക്ക് അവിടെ കിട്ടുന്നില്ല. ആ ഒരു മാസത്തെ അല്ലെങ്കിൽ 2 മാസത്തെ മുഴുവൻ കറണ്ടും കൂടെ കൂട്ടിയിട്ട് ആ യൂണിറ്റ് കൂട്ടിയിട്ട് സം ടോട്ടലായിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഡിഫറൻസ് ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. ഇൻഡിക്കേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സിലേക്ക് പറയുന്ന സമയത്ത് ആ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻസിലെ വാല്യൂ മാത്രമാണ് നൽകുന്നത്. എന്നാൽ റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻറ്റിലേക്ക് വരുന്ന സമയത്ത് ഒരു സ്പാൻ ഓഫ് ടൈമിൽ ഉണ്ടായിട്ടുള്ള മുഴുവൻ വാല്യൂസും അവിടെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഇനി ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റിലേക്ക് വരുന്ന സമയത്ത് ഈ മുഴുവൻ വാല്യൂം കൂടെ കൂട്ടിയ തുക സം ടോട്ടൽ വാല്യൂ മാത്രമാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ആ ഡിഫറൻസ് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വയ്ക്കണം. അതിൻ്റെ ഓരോന്നിൻ്റെയും എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതിനടുത്തതാണ് സിഗ്നൽ പ്രോസസ്സിംഗ്. അതായത് സിഗ്നൽ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളതാണ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ ക്ലോക്ക് നമ്മുടെ സാധാരണ അനലോഗ് വാച്ച്, ഓക്കെ, സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഈ പറയുന്ന ഡയലുള്ള വാച്ച് ഉണ്ടെങ്കിൽ അത് അനലോഗാണ്. ആ വാച്ചിൽ നമ്മൾ നോക്കിയിട്ട് എന്ത് വേണം, സൂചികൾ നോക്കിയിട്ട് നമ്മൾ അതിൻ്റെ വാല്യൂ മനസ്സിലാക്കണം. എന്നാൽ ഡിജിറ്റൽ വാച്ച് ഉണ്ടായിരിക്കും, അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ റീഡിങ് നമുക്ക് എഴുതി കാണിക്കും. ഓക്കെ, സോ ആ ഒരു കാര്യം മാത്രമാണ് ഇവിടെ ഡിഫറൻസ് വരുന്നത്. അതായത് സിഗ്നൽ പ്രോസസ്സ് ചെയ്തിട്ട് അത് ഔട്ട്പുട്ട് എങ്ങനെയാണ് നമുക്ക് നൽകുന്നത്. ഇപ്പോൾ അനലോഗ് ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രൂപത്തിൽ ഇൻഡിക്കേറ്റീവ് ആയിട്ടായിരിക്കും വാല്യൂസ് ഉണ്ടായിരിക്കുന്നത്. ആ ഡയൽ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മൾ അതിനെ മനസ്സിലാക്കണം. ഡിജിറ്റൽ ആണെങ്കിൽ അത് റീഡ് ചെയ്ത വാല്യൂ നമുക്ക് നേരിട്ട് നൽകുന്നുണ്ടായിരിക്കും. ഓക്കെ, ആ ഡിഫറൻസ് ആണ് അവിടെ വരുന്നത്, ഒന്ന് ഓർത്ത് വയ്ക്കുക. അടുത്തത് ഓപ്പറേറ്റിംഗ് മീഡിയം ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്തിൻ്റെ ബേസിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മെക്കാനിക്കൽ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ പ്രഷർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ സിമ്പിളായിട്ട് നിങ്ങളുടെ വെയിങ് ബാലൻസ് അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ വെയിറ്റ് തൂക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ത്രാസിന് മുകളിലേക്ക്, ഇപ്പോൾ നിങ്ങൾ ഈ പലചരക്ക് കടകളിലൊക്കെ നിങ്ങൾ ത്രാസ് കണ്ടിട്ടുണ്ടായിരിക്കും. ആ ത്രാസിന് മുകളിലേക്ക് നമ്മൾ ഭാരം വെക്കുന്നുണ്ട്. ആ ഭാരം വെക്കുന്ന സമയത്ത് അതിൻ്റെ കീഴിൽ സ്പ്രിങ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഭാരം ഈ സ്പ്രിങ്ങിലേക്ക് കൊടുക്കുന്ന ആ ഒരു കംപ്രഷൻ അല്ലെങ്കിൽ ആ ഒരു ഫോഴ്സ്, അതാണ് എന്ത് ചെയ്യുന്നത്, റീഡിംഗ് ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ അവിടെ എന്താണ്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ അവിടെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ, അത് അവിടെ എന്താണ്, വോൾട്ട് മീറ്റർ, അമ്മീറ്റർ, ഇതൊക്കെ വരുന്നത് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സിൻ്റെ കേസിലാണ്. അപ്പോൾ അവിടെ നമ്മൾ ഇലക്ട്രിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ബേസ് ചെയ്തുകൊണ്ടാണ് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നത്. ഓക്കെ, സോ ആ കാര്യം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഇനി അടുത്തത് ഓസിലോസ്കോപ്പ് വരുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് ഇലക്ട്രോണിക് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആറ്റംസിൻ്റെ ഒക്കെ അല്ലെങ്കിൽ ഈ പറയുന്ന വാലൻസ് ഇലക്ട്രോൺസിൻ്റെ ഒക്കെ ഈ പറയുന്ന പോലെ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്കും തിരിച്ചും വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, മെഷർ ചെയ്യുന്നുണ്ടായിരിക്കും. അതിൻ്റെയൊക്കെ ബേസിലാണ് എന്ത് ചെയ്യുന്നത്, സാധാരണയായിട്ട് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് ഒക്കെ സാധാരണയായിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുടെ ബേസിൽ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ഇൻസ്ട്രുമെൻറ്റ്സിനെയും നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, അതുപോലെ തന്നെ ഇലക്ട്രോണിക് എന്ന് പറയുന്നുണ്ട്. അടുത്തത് ഡിഫ്ലക്ഷൻ ടൈപ്പ്, അതുപോലെ തന്നെ നൾ ടൈപ്പ് വരുന്നുണ്ട്. ഓക്കെ, ഡിഫ്ലക്ഷൻ ടൈപ്പ്, നൾ ടൈപ്പ് വരുന്നുണ്ട്. ഇത് ഞാൻ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഡിഫ്ലക്ഷൻ ടൈപ്പ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ നോക്കേണ്ട, ഞാൻ അല്ലാത്ത എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ചിലപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ത്രാസ് ചിലപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് ഈ രൂപത്തിലേക്ക്, എന്നിട്ട് ഇവിടെ എന്തുണ്ടായിരിക്കും, സ്പ്രിങ് വെച്ചിട്ടുണ്ടായിരിക്കും. ഈ സ്പ്രിങ്ങിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഉണ്ടായിരിക്കും ഇവിടെ ഇതുപോലൊരു കുളത്തുണ്ടായിരിക്കും. ഈ കുളത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ വെയിറ്റ് mg, ഓക്കെ, ആ മാസം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അവിടെ തൂക്കിയിടാം. ആ തൂക്കിയിടുന്ന സമയത്ത് ആ സ്പ്രിങ് എന്ത് ചെയ്യും, എലോങ്ങേറ്റ് ചെയ്യും. ആ എലോങ്ങേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു റീഡിംഗ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ടായിരിക്കും. ഇവിടെ
ഈ വാല്യൂസ് വെയിറ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, അടയാളപ്പെടുത്തിയിട്ടായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 10 കിലോഗ്രാം, ഓക്കെ, 10, 5, 0. അപ്പോൾ ആ സ്പ്രിങ്ങിന് എലോങ്ങേഷൻ ഇല്ലാത്ത സമയത്ത് അതിൽ വെയിറ്റ് ഒന്നുമില്ല, 0. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, 10 കിലോഗ്രാം വെയിറ്റ് ഇടുന്ന സമയത്ത് ആ 10 കിലോഗ്രാം വെയിറ്റിന് ഇക്വലൻ്റ് ആയിട്ട് ആ സ്പ്രിങ് എത്രത്തോളം എലോങ്ങേറ്റ് ചെയ്യുന്നുണ്ട് അത് നമ്മൾ 10 കിലോഗ്രാം എന്ന് മാർക്ക് ചെയ്ത് വെക്കും. അപ്പോൾ വീണ്ടും നമ്മൾ എപ്പോഴെങ്കിലും 10 കിലോഗ്രാം വെക്കുന്ന സമയത്ത് അത് ഈ റീഡിങ്ങിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ആ വെച്ചിരിക്കുന്ന ഭാരം എന്ന് പറയുന്നത് 10 കിലോഗ്രാം ആണ്. ഓക്കെ, ഇതിനെ നമുക്ക് എന്തെന്ന് പറയാം, ഡിഫ്ലക്ഷൻ ടൈപ്പ് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് ഈ സ്പ്രിങ് എന്ത് ചെയ്തു, എലോങ്ങേറ്റ് ചെയ്തു അല്ലെങ്കിൽ ഡിഫ്ലക്റ്റ് ചെയ്തു. ഓക്കെ, ഡിഫ്ലക്ഷൻ, അതിൻ്റെ സ്ഥാനത്തിന് എന്ത് ചെയ്തു, മാറ്റം സംഭവിച്ചു, ഡിഫ്ലക്ഷൻ ആണ് സംഭവിക്കുന്നത്. ഇനി ഇതേപോലെ തന്നെ ഭാരം നോക്കുന്ന മറ്റൊരു മെഷീനാണ് അല്ലെങ്കിൽ മറ്റൊരു ഉപകരണമാണ് വെയിങ് ബാലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, വെയിങ് ബാലൻസിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഓക്കെ, ഞാനൊരു ത്രാസ് വരയ്ക്കുകയാണ്. ഇവിടെ ജസ്റ്റ് ഇതുപോലെ എന്ത് വരുന്നുണ്ട്, ഒരു ത്രാസ് വരുന്നുണ്ട്. ഇത് രണ്ടും കൂടെ എന്ത് ചെയ്തു, പരസ്പരം കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്തു, ഒരു പോയിന്റിലേക്ക് ഇതുപോലെ കറക്റ്റ് ആക്കിയിട്ട് വെച്ചു. ഒരു സീസോ പോലെ ഇതിൻ്റെ സെൻറ്ററിൽ എന്ത് ചെയ്തു, നമ്മൾ ഘടിപ്പിച്ച് വെച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് അറിയാത്തൊരു ഭാരം M1 ഞാൻ ഇവിടെ വെച്ചു. ഓക്കെ, ഞാൻ M1 എന്ത് ചെയ്തു, ആ തട്ടിലേക്ക് വെച്ചു. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ആ തട്ട് താഴ്ന്നു പോകും. ഓക്കെ, ഈ തട്ട് എന്ത് ചെയ്യും, താഴേക്ക് വരുന്നുണ്ടായിരിക്കും. കാരണം എന്താണ്, ഇവിടെ വെയിറ്റ് കൂടുതലാണ്. എന്നാൽ അതേസമയം ഞാൻ എന്ത് ചെയ്യും, ഇവിടെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള വെയിറ്റ് വെച്ചിട്ട് ഞാൻ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. ഓക്കെ, ഈ വെയിറ്റ് ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്തു, ഫോർ എക്സാമ്പിൾ 100 ഗ്രാം വെച്ചു. ഓക്കെ, ഞാൻ 100 ഗ്രാം വെച്ചു, പക്ഷേ ഇത് പൊങ്ങിയിട്ടില്ല. വീണ്ടും ഞാൻ 200 ഗ്രാം വെച്ചു, അപ്പോൾ എന്ത് ചെയ്തു, കുറച്ചൊന്ന് ചെറുതായിട്ട് പൊങ്ങി. വീണ്ടും ഞാൻ 300 ഗ്രാം വെച്ചു, അപ്പോൾ കുറച്ചുകൂടെ പൊങ്ങി. അവസാനം ഞാൻ 500 ഗ്രാം വെച്ചു. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, ഇവിടെ 500 ഗ്രാം വെച്ച സമയത്ത്, ഓക്കെ, ഇവിടെ 500 ഗ്രാം വെച്ച സമയത്ത് ഇത് വീണ്ടും പഴയ ആ 0 സ്റ്റേറ്റിലേക്ക് വന്നു. എന്ന് വെച്ചാൽ രണ്ടും ബാലൻസ് ആയിട്ട് വന്നു. ഓക്കെ, ഞാൻ ഒന്നുകൂടെ കണ്ടീഷൻ പറയുകയാണ്. ആദ്യത്തെ കേസിൽ ഞാൻ ഈ ബാലൻസ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്ന ഈ ത്രാസിൽ ഞാൻ വെയിറ്റ് വെച്ചു. ആ വെയിറ്റ് വെച്ച സമയത്ത് എന്ത് ചെയ്തു, ആ ഭാരം താഴേക്ക് പോയി, അല്ലെങ്കിൽ ആ ഭാരം എന്ത് ചെയ്തു, താഴേക്ക് പോയി. ഓക്കെ, ഇപ്പോൾ ഇത് താഴെയാണ് കിടക്കുന്നത്, അപ്പോൾ ഇത് രണ്ടും ഇംബാലൻസ്ഡ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ പറയുന്നതിലേക്ക് ഞാൻ വെയിറ്റ് ഇടാൻ തുടങ്ങി. ആദ്യം 100 ഗ്രാം ഇട്ടു, ഓക്കെ, 200 ഗ്രാം ഇട്ടു, 300 ഗ്രാം ഇട്ടു, 400 ഗ്രാം ഇട്ടു, 500 ഗ്രാം ഇട്ടു. ഇപ്പോൾ ഇത് രണ്ടും വീണ്ടും എന്ത് ചെയ്തു, ബാലൻസ് ആയിട്ട് വന്നു. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി. എന്തിനു വേണ്ടിയിട്ട്, ഇനീഷ്യൽ സ്റ്റേറ്റിലുണ്ടായിരുന്ന ആ ഒരു 0ലേക്ക് കൊണ്ടുവരാൻ, ബാലൻസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും വീണ്ടും വാല്യൂ ആഡ് ചെയ്തു. ഇപ്പോൾ എനിക്ക് എന്ത് മനസ്സിലായി, ഇത് 0ലേക്കായി. എന്ന് വെച്ചാൽ ഇതിൻ്റെ ലെഫ്റ്റിലുള്ള വാല്യൂ ഇസ് ഈക്വൽ ടു ഇതിൻ്റെ റൈറ്റിലുള്ള വാല്യൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് അവിടെ വാല്യൂ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഡയറക്റ്റ് ആയിട്ട് ഇത് ഡിഫ്ലക്റ്റ് ചെയ്ത് വന്നിട്ട്, ഇപ്പോൾ ആദ്യത്തെ കേസിലാണെങ്കിൽ ആ വാല്യൂ, ഓക്കെ, ഈ കേസിലേക്ക്, ഓക്കെ, ഫസ്റ്റ് കേസിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് ആയിട്ട് ഡിഫ്ലക്റ്റ് ചെയ്ത് വന്നിട്ട് ആ റീഡിങ് നോക്കിയാൽ നമുക്ക് കിട്ടും. എന്നാൽ ഇവിടെ ഈ ഡിഫ്ലക്ഷൻ നോക്കിയിട്ട് നമുക്ക് കിട്ടില്ല. അതിന് നമ്മൾ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ആഡ് ചെയ്തു. എന്നിട്ട് 500 ഗ്രാം ആയപ്പം അത് 0 റീഡിങ്ങിലേക്ക് തന്നെ വന്നു. എന്ന് വെച്ചാൽ അത് ബാലൻസ് ആയിട്ട് വന്നു. ഓക്കെ, ആ ത്രാസ് വീണ്ടും എന്ത് ചെയ്തു, കറക്റ്റ് പോയിന്റോടായി. ആദ്യം എങ്ങനെയായിരുന്നു, ആദ്യത്തെ കേസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ത്രാസ് എന്ന് പറയുന്നത് കുറച്ച് ഇങ്ങോട്ടേക്ക് ചെരിഞ്ഞിട്ടായിരുന്നു. പിന്നീട് വെയിറ്റ് ആഡ് ചെയ്തതിനനുസരിച്ചിട്ട് അത് വീണ്ടും വീണ്ടും എന്ത് ചെയ്തു, കറക്റ്റായിട്ട് ഇങ്ങനെ തന്നെ വന്നു നിന്നു. അപ്പോൾ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും, നമ്മൾ അതിനെ 0ലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ റൈറ്റ് ലെഫ്റ്റ് രണ്ടിലും ഉള്ള ഭാരം ഈക്വൽ ആയിട്ട് വന്നു. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, 500 ഗ്രാം എന്ന് പറയാം. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നൾ ടൈപ്പ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എഫക്റ്റ്, ഈ പറയുന്ന M1 എന്ന് പറയുന്ന വാല്യൂവിൻ്റെ അല്ലെങ്കിൽ ആ വെയിറ്റ് നള്ളിഫൈ ചെയ്യാൻ, 0 ആക്കാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തും നമ്മൾ വെയിറ്റ് ആഡ് ചെയ്തു. ഇപ്പം നള്ളായി, ഇപ്പോൾ അവിടെ 0 ആയി. അപ്പോൾ ആ 0 ആയ സമയത്ത് നമ്മൾ ലെഫ്റ്റിലെയും റൈറ്റിലെയും വാല്യൂവിനെ ഈക്വേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, അവിടെ വാല്യൂ കണ്ടുപിടിച്ചു. ഇതാണ് നൾ ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് നിങ്ങളതൊന്ന് മനസ്സിലാക്കുക. ഡിഫറൻ്റ് ആയിട്ട് ഇനി നമ്മുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ വരും, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, ഇനി അടുത്തത് നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവാണ്. ഓരോന്നും ജസ്റ്റ് മനസ്സിലാക്കി വെക്കണം. ഓരോന്നിൻ്റെയും എക്സാമ്പിൾസ് കാര്യങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, ഇത്രയും കാര്യങ്ങൾ ഈ ക്ലാസിഫിക്കേഷനിൽ നിങ്ങൾ പഠിച്ച് പോകണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. ഒന്നാമത്തത് മെത്തേഡ് ഓഫ് മെഷർമെൻറ്റിൻ്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഒന്നാമത്തത് ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ്, അതായത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് മെഷർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന സ്കെയിൽ അല്ലെങ്കിൽ ബാലൻസ്, ത്രാസ്, അവിടെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നിങ്ങൾ ഭാരം വെച്ച് കഴിഞ്ഞാൽ ഭാരം എത്രയെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ വെർനിയർ കാലിപ്പർ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്കെയിൽ, ഓക്കെ, ഇനി അതല്ലാന്നുണ്ടെങ്കിൽ സ്ക്രൂ ഗേജ്, ഇതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് ഡയറക്റ്റായിട്ട് ഒരു സാധനത്തിൻ്റെ വലുപ്പം, നീളം, ദൂരം, ഇതൊക്കെ നിങ്ങൾക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലെങ്കിൽ ടേപ്പ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ദൂരം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അവിടെയൊക്കെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് റീഡിങ് കിട്ടുന്നുണ്ടായിരിക്കും. അമ്മീറ്റർ, വോൾട്ട് മീറ്റർ, ഇതൊക്കെ ഡയറക്റ്റ് ആണ്. നിങ്ങൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വാല്യൂ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അവിടെ കിട്ടും. ഓക്കെ, ഇത് അവിടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഗിവ് ദ വാല്യൂ ഓഫ് ദി ക്വാണ്ടിറ്റി ഡയറക്റ്റ്ലി, ഡയറക്റ്റ് ആയിട്ട് ആ വാല്യൂ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, അവിടെ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഡയറക്റ്റ് മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയാം. അതിന് എക്സാമ്പിൾസ് ആണ് ഈ പറയുന്ന ഓരോ ഇൻസ്ട്രുമെൻറ്റ്സും. ഇനി അടുത്തത് ഇൻഡയറക്റ്റ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഇൻഡയറക്റ്റ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ സത്യത്തിൽ ചെയ്യുന്നത് വേറെ ഒരു ക്വാണ്ടിറ്റിയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്.
ഒക്കെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. പക്ഷേ ആ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് മറ്റൊരു പ്രോപ്പർട്ടിയുമായിട്ട് റിലേറ്റ് ചെയ്തായിരിക്കും നിൽക്കുന്നത്. ആ റിലേറ്റ് ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ആദ്യത്തെ പ്രോപ്പർട്ടിയുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് നമ്മൾ ആ വാല്യൂവിലേക്ക് എത്തും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ തെർമോമീറ്റർ. ഓക്കെ, തെർമോമീറ്ററിൽ നമ്മൾ മെഷർ ചെയ്യുന്നത് സത്യത്തിൽ എന്താണ്, തെർമോമീറ്ററിൻ്റെ എക്സ്പാൻഷനാണ്. ചൂട് കൂടുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലുള്ള മെർക്കുറി എക്സ്പാൻഡ് ചെയ്യും. ആ മെർക്കുറി എക്സ്പാൻഡ് ചെയ്യുന്നതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെഷർ ചെയ്യുന്നത്. ആ മെർക്കുറി എത്ര എക്സ്പാൻഡ് ചെയ്യുന്നു, ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് വോളിയം കൂടും. ചാൾസ് ലോ നമ്മൾ പഠിച്ചു. ഓക്കെ, ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് വോളിയം കൂടും. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന വോളിയത്തിലെ ചേഞ്ചാണ് നമ്മൾ സത്യത്തിൽ മെഷർ ചെയ്യുന്നത്. മെർക്കുറിയുടെ വോളിയത്തിൽ ഉണ്ടാകുന്ന ചേഞ്ച് മെഷർ ചെയ്യുന്നു. അതിൽ നിന്ന് ടെമ്പറേച്ചർ എത്രയാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെയാണ് തെർമോകപ്പിൾ. ഓക്കെ, നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് തെർമോമീറ്റേഴ്സ് പഠിക്കുന്ന സമയത്ത് അവിടെ പഠിക്കുന്നുണ്ട്, തെർമോകപ്പിൾ തെർമോമീറ്റർ പഠിക്കുന്നുണ്ട്. അപ്പോൾ തെർമോകപ്പിൾ തെർമോമീറ്ററിൻ്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ രണ്ട് ഡിഫറെൻറ്റ് ആയിട്ടുള്ള മെറ്റേഴ്സ്, ആ രണ്ട് ഡിഫറെൻറ്റ് ആയിട്ടുള്ള മെറ്റേഴ്സിലേക്ക് രണ്ട് ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ കണ്ടീഷൻസിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്കുള്ള വോൾട്ട് ജനറേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഈ പറയുന്ന രൂപത്തിലേക്ക് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും എന്നതാണ് തെർമോകപ്പിൾ തെർമോമീറ്ററിൻ്റെ പ്രിൻസിപ്പിൾ. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ മെറ്റൽ ഹോട്ടാണ്, ഈ മെറ്റൽ കോൾഡ് ആണ്. അപ്പോൾ രണ്ട് ടെമ്പറേച്ചർ അല്ലെങ്കിൽ രണ്ട് ടെമ്പറേച്ചറിൽ നിൽക്കുന്ന മെറ്റലുകൾ തമ്മിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. അത് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന മെറ്റൽ എ അല്ലെങ്കിൽ മെറ്റൽ എ എന്ന് പറയുന്നത് മെറ്റൽ ബി അപേക്ഷിച്ചിട്ട് എത്ര ടെമ്പറേച്ചർ മുകളിലാണ് എന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇതാണ് തെർമോകപ്പിൾ തെർമോമീറ്ററിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, മെഷർ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വോൾട്ടേജ് മെഷർ ചെയ്തിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ടെമ്പറേച്ചർ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്, ഡയറക്റ്റ് അല്ല. എന്നാൽ വെർനിയർ കാലിപ്പർ ഉപയോഗിച്ചിട്ട് നിങ്ങൾ നീളം തന്നെയാണ് അളക്കുന്നത്. അവിടെ വേറെ ഒന്നും ചെയ്യുന്നില്ല. സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട്, ത്രാസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഭാരം തന്നെയാണ്, ഭാരം അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ അതിൻ്റെ വോളിയം കണ്ടുപിടിച്ചിട്ട് ഭാരത്തിലേക്ക് എത്തുകയല്ല ചെയ്യുന്നത്. നിങ്ങൾ അവിടെ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണ്, ഭാരം തന്നെയാണ്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് ആയിട്ട് അതേ വാല്യൂ നമുക്ക് കിട്ടും. ഇൻഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് കിട്ടുന്നത് എന്താണോ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഡിറൈവ് ചെയ്തെടുക്കണം. തെർമോമീറ്ററിൻ്റെ കേസിലാണെങ്കിൽ ആ എക്സ്പാൻഷൻ, ആ ക്യാപ്പിലാരിറ്റി റൈസ് അല്ലെങ്കിൽ ആ എക്സ്പാൻഷനിൽ നിന്നും ടെമ്പറേച്ചർ നമ്മൾ മെഷർ ചെയ്തെടുക്കും. തെർമോകപ്പിൾ തെർമോമീറ്ററിൻ്റെ കേസിൽ വോൾട്ടേജ് മെഷർ ചെയ്തിട്ട് അല്ലെങ്കിൽ വോൾട്ടേജിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് ടെമ്പറേച്ചർ നമ്മൾ മെഷർ ചെയ്തെടുക്കും. ഇൻഡയറക്റ്റ് മെഷറിംഗ് ആണ് അവിടെ വരുന്നത്. ഓക്കെ, സോ അതാണ് ഇവിടെ പറയുന്നത്, മെഷർ അനദർ ക്വാണ്ടിറ്റി ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ദ ഡിസൈർഡ് ക്വാണ്ടിറ്റി. ഓക്കെ, നമുക്ക് മെഷർ ചെയ്യേണ്ടത് ടെമ്പറേച്ചർ ആണ്. ടെമ്പറേച്ചർ വോളിയവുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. നമ്മൾ വോളിയം മെഷർ ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, ടെമ്പറേച്ചർ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, യെസ്. അപ്പോൾ ഈ കാര്യം ജസ്റ്റ് ഒന്ന് എന്ത് ഓർത്ത് വയ്ക്കുക. ഇനി അതുപോലെ തന്നെ അടുത്ത ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദി ഔട്ട്പുട്ട് അല്ലെങ്കിൽ റീഡിംഗ് ആണ്. ഓക്കെ, ഔട്ട്പുട്ട് അല്ലെങ്കിൽ റീഡിംഗ് ആണ്. നമുക്ക് നൽകുന്ന റീഡിംഗ് എങ്ങനെയാണ് എന്നുള്ളതാണ്. അത് ഡിജിറ്റലായിട്ട് നൽകുന്നുണ്ടെങ്കിൽ ഡിജിറ്റലാണ്, അല്ലാത്ത കേസിൽ എന്താണ്, അനലോഗ് ആണ്. ഇവിടെ പ്രത്യേകിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഡിജിറ്റൽ വാച്ച്, സാധാരണ വാച്ച്, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. സാധാരണ വാച്ച് അനലോഗ് കാറ്റഗറിയിലാണ്. ഡിജിറ്റൽ വാച്ച് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ചില എക്സാമുകൾക്കൊക്കെ അനലോഗ് വാച്ച് ചിലപ്പോൾ എന്ത് ചെയ്യും, എൻ്റർ ചെയ്യുന്നുണ്ടായിരിക്കും. എന്നാൽ ഡിജിറ്റൽ വാച്ച് അവരെന്ത് ചെയ്യില്ല, അലോ ചെയ്യില്ല. അപ്പോൾ UPSCയുടെ ഒക്കെ സിവിൽ സർവീസ് എക്സാമിനേഷൻ്റെ പ്രിലിംസിലൊക്കെ ഡിജിറ്റൽ വാച്ച് അലോ ചെയ്യില്ല. പക്ഷേ അനലോഗ് വാച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, PSCക്ക് പിന്നെ ഒന്നും പറ്റില്ല, അത് വേറെ വിഷയം. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതേ ഡിഫറൻസ് ആണ് വരുന്നത്. ഇനി ഇവിടെ നിങ്ങൾ ഒരു കാര്യം ഓർത്ത് വെക്കേണ്ടത്, തെർമോമീറ്റർ എന്ന് പറയുന്നത് അനലോഗ് ആണ്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് തെറ്റിക്കാൻ സാധ്യതയുണ്ട്. വിച്ച് അമംഗ് ദ ഫോളോയിങ് ആർ ദി അനലോഗ് മെഷർമെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ തെർമോമീറ്റർ ഉണ്ടെങ്കിൽ തെർമോമീറ്റർ അനലോഗ് ആണ്. കാരണം അവിടെ നിങ്ങൾക്ക് ഈ പറയുന്ന റീഡിംഗ് വാല്യൂ എന്ന് പറയുന്നത് ഡിജിറ്റൽ ആയിട്ടല്ല, നിങ്ങൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് അത് അനലോഗ് ആണ് വരുന്നത്. മെർക്കുറി തെർമോമീറ്റർ, അതുപോലെ തന്നെ ഡയൽ ടൈപ്പ് പ്രഷർ ഗേജ്. ഇനി തെർമോമീറ്ററിൻ്റെ കേസിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഡിജിറ്റൽ തെർമോമീറ്റർ വേറെ വരുന്നുണ്ട്, ഇല്ല എന്നല്ല, ഡിജിറ്റൽ തെർമോമീറ്റർ വേറെ വരുന്നുണ്ട്. ഇപ്പോൾ ഒക്കെ നിങ്ങൾ ഉപയോഗിക്കുന്ന തെർമോമീറ്റർ അല്ലെങ്കിൽ ഇപ്പോൾ ഒക്കെ ഹോസ്പിറ്റൽസ് ഉപയോഗിക്കുന്നത് ഡിജിറ്റൽ തെർമോമീറ്റർ ആണ്. അപ്പോൾ അവിടെ എന്താണ്, ഈ പറയുന്ന രൂപത്തിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, വാല്യൂ ആണ് കിട്ടുന്നത്. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് ഡിജിറ്റലായിട്ട് തന്നെ അത് എഴുതി കാണിക്കുന്നുണ്ടായിരിക്കും ബോഡി ടെമ്പറേച്ചർ. അപ്പോൾ ഡിജിറ്റൽ തെർമോമീറ്റർ വേറെ വരുന്നുണ്ട്. സാധാരണ മെർക്കുറി തെർമോമീറ്റർ എന്ന് പറയുന്നത് അനലോഗ് ആണ്, അതൊന്ന് ഓർത്ത് വെക്കണം. ഇനി അതുപോലെ തന്നെ പ്രഷർ നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾ ടയറിനൊക്കെ കാറ്റടിക്കുന്ന സമയത്ത് അവർ ടയറിൽ കാറ്റടിച്ചതിന് ശേഷം ഒരു ചെറിയ എക്യുപ്മെൻറ്റ് വെച്ചിട്ട് പ്രഷർ മെഷർ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അവിടെ എന്തുണ്ടായിരിക്കും, ആ പ്രഷറിനനുസരിച്ചിട്ട് അതിൻ്റെ വാരിയേഷൻ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇതൊക്കെ വരുന്നത് എന്തിനാണ്, അനലോഗ് ഇൻസ്ട്രുമെൻസിൻ്റെ കേസിലാണ് വരുന്നത്. ബാക്കിയുള്ളത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഓക്കെ, ഡിജിറ്റൽ ത്രാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ ഇതിൻ്റെ ഡിജിറ്റൽ ആയിട്ടുള്ളതാണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഡിസ്ക്രീറ്റ് ന്യൂമറിക്കൽ ഡിജിറ്റ്സ് ആയിരിക്കും നമുക്കവിടെ കിട്ടുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യം ജസ്റ്റ് അവിടെ ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. ഇനി അടുത്തത് ഈ പറയുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇൻഡിക്കേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടായിരിക്കും. അത് ഡയറക്റ്റ് ആയിട്ട് ആ ഒരു പോയിന്റിലുള്ള, ഓക്കെ, അതായത് ഷോസ് ദി ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ. ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഞാൻ പറയുന്ന ഓരോ കീവേഡ്സും ഓർത്ത് വെക്കണേ.
ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ, ആ ഒരു പോയിന്റിലുള്ള വാല്യൂ മാത്രമേ നമുക്ക് തരൂ. സ്പീഡോമീറ്റർ, വോൾട്ട് മീറ്റർ, അമ്മീറ്റർ, ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? ഇൻഡിക്കേറ്റീവ് ഇൻസ്ട്രുമെൻസിന് എക്സാമ്പിളാണ്. അപ്പോൾ നോക്കുക, ഡിസ്പ്ലേ ദ വാല്യൂ അറ്റ് എ പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ്, ആ ഒരു ഇൻസ്റ്റൻറ്റിലുള്ള വാല്യൂ മാത്രമായിരിക്കും നമുക്ക് നൽകുന്നത്. അതിന് തൊട്ട് മുൻപുള്ളതോ അതുവരെയുള്ള മുഴുവൻ വാല്യൂവിൻ്റെ സമ്മോ അവിടെ നമുക്ക് കിട്ടില്ല. അടുത്തത് റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്. റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻറ്റ്സിലേക്ക് വരുന്ന സമയത്ത് ഓരോ പോയിന്റിലുള്ള കാര്യങ്ങളും അവിടെ കണ്ടിന്യൂസ്ലി റെക്കോർഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ്? റെക്കോർഡ് ദ വാല്യൂ ഓഫ് ദി ക്വാണ്ടിറ്റി ഓവർ ദ ടൈം. ഒരു സ്പാൻ ഓഫ് ടൈമിലുള്ള മുഴുവൻ വാല്യൂസും കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്തായിരിക്കും വരുന്നത്. അതിന് എക്സാമ്പിളാണ് ECG മെഷീൻ, അതുപോലെ തന്നെ ചാർട്ട് റെക്കോർഡേഴ്സ്. ഇതൊക്കെ റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻസിന് എക്സാമ്പിളായിട്ട് വരുന്നതാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അടുത്തത് ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഇവിടെ എന്താണ്? സം ക്വാണ്ടിറ്റിയാണ് തരുന്നത്. അതായത് ടോട്ടലായിട്ട് ഒരു സ്പാൻ ഓഫ് ടൈമിലുള്ള മുഴുവൻ റീഡിങ്ങും എടുത്ത് അത് ടോട്ടൽ ആക്കിയിട്ടായിരിക്കും നമുക്ക് നൽകുന്നത്. ഓക്കെ, ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നമ്മുടെ കാറിൽ തന്നെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് നമ്മുടെ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അത് ഓരോ ദൂരം നിങ്ങൾ കൂടുന്നതിനനുസരിച്ചും ട്രാവൽ ചെയ്യുന്നതിനനുസരിച്ചിട്ടും അത് കൂടി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, 10 കിലോമീറ്റർ, 15 കിലോമീറ്റർ ടോട്ടൽ കാർ എത്ര ഓടി എന്ന് നിങ്ങൾ അവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ആ റീഡിംഗ് എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റിംഗ് ആണ്. അതുവരെ നിങ്ങൾ കാർ ഓടിയിട്ടുള്ള മുഴുവൻ ദൂരവും കൂട്ടിയിട്ടായിരിക്കും ആ വാല്യൂ നമുക്ക് അവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് എനർജി മീറ്റർ, KSEBയുടെ എനർജി മീറ്റർ എന്ന് പറയുന്നത്. അതും ഈ പറയുന്ന പോലെ തന്നെ ഒരു ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻസിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നുണ്ട്. വാട്ടർ മീറ്റർ വരുന്നുണ്ട്. അതായത് ഈ പറയുന്ന പോലെ തന്നെ വാട്ടർ അതോറിറ്റി അവർ സപ്ലൈ ചെയ്യുന്ന വാട്ടർ ഉണ്ടായിരിക്കും, അതിൻ്റെ മീറ്റർ എന്ന് പറയുന്നതും ഇതുപോലെ തന്നെ ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻസിന് എക്സാമ്പിളായിട്ട് വരുന്നതാണ്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക. ഗിവ് ദി ടോട്ടൽ ക്വാണ്ടിറ്റി ഓവർ എ പീരീഡ് ഓഫ് ടൈം. ഒരു പീരീഡ് ഓഫ് ടൈമിലേക്കുള്ള മുഴുവൻ ക്വാണ്ടിറ്റിയുടെയും സമ്മ്. ഓക്കെ, അതാണ് സിഗ്മ. ഓക്കെ, മാത്സിൽ സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മേഷൻ ആണ്. അപ്പോൾ സമ്മേഷൻ ആണ് അവിടെ നമ്മൾ ചെയ്യുന്നത്. മെഷർ ദി ടോട്ടൽ അക്യുമുലേറ്റഡ് വാല്യൂ ഓവർ എ ടൈം. ഒരു വാല്യൂലുള്ള ടോട്ടൽ വാല്യൂ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? മെഷർ ചെയ്ത് സം ചെയ്തായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്? നൽകുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ ഇൻസ്ട്രുമെൻസും ഓർത്ത് വയ്ക്കുക. അവിടെ ആദ്യം വരുന്നത് ഇൻഡിക്കേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ് വരുന്നുണ്ട്, റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇൻറ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കണം. അടുത്തത് ബേസ്ഡ് ഓൺ ദി ഓപ്പറേഷൻ പ്രിൻസിപ്പിൾ. എന്ത് പ്രിൻസിപ്പിൾസിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇത് നമ്മൾ മെഷർ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇതിപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങൾക്കത് അറിയാം. അപ്പോൾ ഡിഫ്ലക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്പ്രിങ്ങിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഭാരം കെട്ടി തൂക്കി കഴിഞ്ഞാൽ ആ സ്പ്രിങ് എലോങ്ങേറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആ ഡിഫ്ലക്ഷൻ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ വെയിറ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നൾ ടൈപ്പിന് എക്സാമ്പിളാണ് ഈ പറയുന്ന നമ്മുടെ നോർമൽ ആയിട്ടുള്ള സാധാരണ ത്രാസ് എന്ന് പറയുന്നത്. ഓക്കെ, സ്പ്രിംഗ് ബാലൻസ് എന്തിന് എക്സാമ്പിളാണ്? അത് ഡിഫ്ലക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻസിന് എക്സാമ്പിളാണ്. നമ്മുടെ നോർമൽ ആയിട്ടുള്ള വെയിങ് ബാലൻസ് രണ്ട് സ്ഥലത്ത് എന്ത് ചെയ്യണം? നമ്മൾ സാധാരണ കടയിലൊക്കെ തൂക്കുമല്ലോ, 5 കിലോ, 1 കിലോ തക്കാളി എന്ന് നിങ്ങൾ പറയുന്ന സമയത്ത് ഇപ്പോഴത്തെ 1 കിലോയുടെ കട്ട വയ്ക്കും, എന്നിട്ട് ഇപ്പുറത്തേക്ക് 1 കിലോ ആകുന്നവരെ തക്കാളി ഇടും. ഓക്കെ, അപ്പോൾ 2 റീഡിംഗ് കൂടെ ബാലൻസ് ആക്കി എടുക്കും. അതാണ് നൾ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ നിങ്ങൾ നോക്കുക, വർക്കിംഗ് ഈസ് ബേസ്ഡ് ഓൺ ബാലൻസിങ് ദി അൺനോൺ ക്വാണ്ടിറ്റി എഗെയിൻസ്റ്റ് ദ നോൺ ക്വാണ്ടിറ്റി. അത് 1 കിലോഗ്രാം തക്കാളി എത്രയുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല. തക്കാളിയുടെ ഭാരം എന്ന് പറയുന്നത് അൺനോൺ ക്വാണ്ടിറ്റിയാണ്. പക്ഷേ നിങ്ങളുടെ കയ്യിൽ 1 കിലോഗ്രാമിൻ്റെ കട്ടയുണ്ട്. ആ 1 കിലോഗ്രാം നോൺ ക്വാണ്ടിറ്റി, ആ 1 കിലോഗ്രാമിൻ്റെ കട്ട ഒരു ത്രാസിൽ വെച്ചു, എന്നിട്ട് 1 കിലോഗ്രാം ആകുന്നവരെ തക്കാളി നിങ്ങൾ ഇട്ടുകൊണ്ടേയിരുന്നു. അപ്പോൾ രണ്ടും ഈക്വൽ ആകുന്ന സമയത്ത് എന്ത് ചെയ്തു? നിങ്ങൾക്ക് 1 കിലോ തക്കാളി എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റി. അതാണ് നൾ ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഡിഫ്ലക്ഷൻ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്ന സമയത്തോ വർക്കിംഗ് ഈസ് ബേസ്ഡ് ഓൺ ദി ഡിഫ്ലക്ഷൻ ഓഫ് എ പോയിന്റർ ഫ്രം ദ സീറോ. അതാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ പറഞ്ഞ പോലെ സ്പ്രിംഗ് ബാലൻസ് വെയിറ്റ് ഒന്നും വെച്ചിട്ടില്ലെങ്കിൽ സീറോയിലായിരിക്കും. നിങ്ങൾ വെയിറ്റ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എലോങ്ങേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? അത് 5 കിലോ ആണോ 10 കിലോ ആണോ? അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ പോയിന്ററിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം കാരണം നമ്മൾ എന്ത് ചെയ്യാണ്? വാല്യൂ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഓരോന്നിൻ്റെയും എക്സാമ്പിൾസ് കൊടുക്കുന്നുണ്ട്. പഠിച്ചിട്ട് തന്നെ പോകണം. ഇത് ഓരോന്നും ചോദിക്കും. ഓക്കെ, ഈ നൾ ടൈപ്പും അതുപോലെ തന്നെ ഡിഫ്ലക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സും ഒക്കെ കഴിഞ്ഞ വർഷവും ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ക്ലാസിഫിക്കേഷൻസ് എക്സാമ്പിൾ പഠിച്ചു വെക്കണം. ഞാൻ ഓരോ സമയത്തും ഇൻസ്ട്രുമെൻസിൻ്റെ അല്ലെങ്കിൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻസിൻ്റെ പേര് ചിലപ്പോൾ പറയുന്നുണ്ടായിരിക്കില്ല. അങ്ങനെ അഥവാ പറയാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിലും ആ എക്സാമ്പിൾസ് പഠിച്ചിട്ടായിരിക്കണം നിങ്ങൾ പോകേണ്ടത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വോൾട്ട് മീറ്റർ, വാട്ട് മീറ്റർ, അതുപോലെ തന്നെ ഡൈനാമോ മീറ്റർ, ഇതൊക്കെ ഇതിന് എക്സാമ്പിളായിട്ട് വരുന്നുണ്ട്. ദെൻ നൾ ടൈപ്പിന് എക്സാമ്പിളായിട്ട് വരുന്നതാണ് പൊട്ടൻഷ്യോ മീറ്റർ, വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്, നൾ ഡിറ്റക്ടർ, ഇതൊക്കെ ഇതിന് എക്സാമ്പിളായിട്ട് വരുന്നതാണ്. ഓക്കെ, വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജൊക്കെ നിങ്ങൾക്കറിയാം. നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ റെസിസ്റ്റൻസ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, റെസിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ് ഫൈനലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ വാല്യൂ നള്ളാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇൻസ്ട്രുമെൻറ്റ്സ് പഠിക്കുന്ന സമയത്ത് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് വരുന്ന സമയത്ത് അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ, വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജൊക്കെ. യെസ്, അപ്പോൾ അതും കൂടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം? ഓർത്ത് വെക്കണം. ഇനി ഇതിൽ തന്നെ ഡിഫ്ലക്ഷൻ ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ ഡിഫ്ലക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സിലേക്ക് നോക്കുന്ന സമയത്ത് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആദ്യം നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ വർക്കിംഗ് പ്രിൻസിപ്പിൾസിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് മെഷർ ചെയ്യേണ്ട ഒരു ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കും. അത് ചിലപ്പോൾ കറണ്ട് ആയിരിക്കാം, വോൾട്ട് മീറ്റർ ആയിരിക്കാം, ഫോഴ്സ് ആയിരിക്കാം, പ്രഷർ ആയിരിക്കാം.
ഓക്കെ, ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം. ഓക്കെ, മെക്കാനിക്കലായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. ഇനി അതല്ലാതെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ എന്ത് ചെയ്യാറില്ല, ഈ പറയുന്ന ഡിഫ്ലക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ചിട്ട് നമ്മൾ മെഷർ ചെയ്യാറില്ല. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഡയറക്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ചിട്ടാണ് ദൂരം നമ്മൾ മെഷർ ചെയ്യാറുള്ളത്. എന്നാൽ അതല്ലാതെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കാണാൻ പറ്റാത്ത, മെഷർ ചെയ്യാൻ പറ്റാത്ത ഇതുപോലെ വരുന്ന ഫോഴ്സുകൾ ഉണ്ടായിരിക്കും. ആ ഫോഴ്സുകളാണ് സാധാരണ ഡിഫ്ലക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, മെഷർ ചെയ്യാറുള്ളത്. അപ്പം കറണ്ട്, വോൾട്ടേജ്, ഫോഴ്സ്, പ്രഷർ പോലെയുള്ളതൊക്കെയാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, സാധാരണ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വാണ്ടിറ്റീസ് സ്വാഭാവികമായിട്ടും ചില മാറ്റങ്ങൾ വരുത്തും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കറിയാം, മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാഗ്നറ്റ് ഉണ്ടെങ്കിൽ അത് നോർത്ത് സൗത്ത് ആയിട്ട് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊരു ടെൻഡൻസി ഉണ്ടായിരിക്കും. ഓക്കെ, അതിനൊരു ടെൻഡൻസി ഉണ്ടായിരിക്കും നോർത്ത് സൗത്ത് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിന് എന്ത് ചെയ്യുന്നതായിരിക്കും, ഒരു ചാർജ് ഉള്ള പാർട്ടിക്കിൾ ആണെന്നുണ്ടെങ്കിൽ അതിന് ഇതുമായിട്ട് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നെഗറ്റീവ് പാർട്ടിക്കിൾ ഈ സൈഡിലേക്കും പോസിറ്റീവ് പാർട്ടിക്കിൾ ഓപ്പോസിറ്റ് സൈഡിലേക്കുമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെൻഡൻസി അതിനുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ടെൻഡൻസി അല്ലെങ്കിൽ ആ ഒരു ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് നമ്മൾ ഓൾറെഡി എവിടെ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ ഫിസിക്സിൻ്റെ മെക്കാനിക്സ് എന്ന് പറയുന്ന മൊഡ്യൂളിൽ ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, ഓൾറെഡി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത്, അതൊന്ന് ഓർത്ത് വയ്ക്കണം. ഓക്കെ, ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് പറയുന്നത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്, ഒന്ന് ഓർത്ത് വയ്ക്കണം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, ടോർക്ക് എന്താണെന്നുള്ളത് അവിടെ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഇൻസ്ട്രുമെൻസിൽ ചില തരത്തിലുള്ള ഡിഫ്ലക്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഈ ഒരു ഡിഫ്ലക്റ്റിംഗ് ടോർക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നോക്കുന്നത്. അതായത് നമ്മൾ ഈ പറയുന്ന കറണ്ട്, വോൾട്ടേജ്, ഫോഴ്സ്, പ്രഷർ ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഡിഫ്ലക്ഷൻ ക്രിയേറ്റ് ചെയ്യും. കാരണം എന്താണ്, ഈ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും. അതായത് എന്തെങ്കിലും ഒരു വസ്തുവിനെ ടേൺ ചെയ്യാൻ, ഈ പറയുന്നതൊക്കെ ഫോഴ്സ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഫോഴ്സ് വരുന്ന സമയത്താണ് സാധാരണയായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിഫ്ലക്റ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ദൂരം എന്ന് പറയുന്ന സമയത്ത് അവിടെ നമുക്കൊരു ഫോഴ്സ് വരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സാധാരണയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ എന്ത് ചെയ്യാത്തത്, ഈ പറയുന്ന ഡിഫ്ലക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ ഉപയോഗിക്കാത്തത്. ആ കാര്യം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഇത് നോക്കി, ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഫോഴ്സുകൾ തന്നെയാണ്. ഇപ്പോൾ കറണ്ട് ആണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ആണ്. വോൾട്ടേജ് എന്ന് പറയുന്ന സമയത്തും അവിടെ എന്ത് വരുന്നുണ്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് വരുന്നുണ്ട്. ഫോഴ്സ് എന്ന് പറയുന്നത് തന്നെ ഇപ്പം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മെക്കാനിക്കൽ ആയിട്ടുള്ള ഫോഴ്സ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെ ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഡിഫ്ലക്ഷൻ നമ്മൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും അതൊരു മൂവിങ് സിസ്റ്റത്തിലേക്ക് എന്തായിരിക്കും നമ്മൾ കൊടുക്കും. ഓക്കെ, ഈ ഒരു മൂവിങ് സിസ്റ്റത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, കൊടുക്കുന്നുണ്ടായിരിക്കും. ഇനി ആ ഡിഫ്ലക്ഷനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്പ്രിങ്, ഓക്കെ, അതല്ലെങ്കിൽ ഗ്രാവിറ്റി, മാഗ്നറ്റിസം, ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് കൊടുക്കും. അതായത് ഇപ്പോൾ നിങ്ങൾ ഈ ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ഈ പറയുന്ന സീറോയിൽ നിന്ന് ഇത് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തു. പക്ഷേ ആ ഫോഴ്സ് റിമൂവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഇത് തിരിച്ച് ഇതേ സീറോ ടൈപ്പിലേക്ക് തന്നെ, അല്ലെങ്കിൽ ഇതിൻ്റെ ഇനീഷ്യൽ പൊസിഷനിലേക്ക് തന്നെ തിരിച്ചു വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഒരു ഓപ്പോസിറ്റ് ഫോഴ്സ് കൊടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ പറയുന്ന ഫോഴ്സ് ഈ പറയുന്ന സ്പ്രിങ്ങിനെയോ അല്ലെങ്കിൽ ഗ്രാവിറ്റിയോ മാഗ്നറ്റിസത്തിനെയോ എത്രത്തോളം എന്ത് ചെയ്യുന്നുണ്ട്, ഓവർകം ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നുണ്ട്, അത് നമ്മൾ എന്ത് ചെയ്യും, ഇൻഡിക്കേറ്റീവ് ആയിട്ട് എടുത്തിട്ടായിരിക്കും ഇവിടെ മെഷർമെൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്പ്രിങ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, സ്പ്രിങ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്പ്രിംഗ് ബാലൻസ്. ഓക്കെ, സ്പ്രിംഗ് ബാലൻസിൻ്റെ കേസിൽ എന്താ വരുന്നത്, ഈ പറയുന്ന സ്പ്രിങ്ങിൻ്റെ ഫോഴ്സ് അല്ലെങ്കിൽ സ്ട്രെസ് ആണ് വരുന്നത്. അപ്പോൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വെയിറ്റ് കൊടുക്കുകയാണ്. വെയിറ്റ് കൊടുക്കുന്ന സമയത്ത് എന്താണ്, ഗ്രാവിറ്റിയാണ്. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ആ വെയിറ്റ് കാരണം അത് എന്ത് ചെയ്യുന്നുണ്ട്, താഴേക്ക് എലോങ്ങേറ്റ് ചെയ്ത് വരുന്നുണ്ട്, ഡിഫ്ലക്ഷൻ സംഭവിക്കുന്നു. ആ വാല്യൂ നമ്മൾ റീഡ് ചെയ്തു. ആ സ്പ്രിങ്ങിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, ആ വാല്യൂ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ഈ സ്പ്രിങ്ങിലുള്ള ടെൻഷൻ അല്ലെങ്കിൽ സ്ട്രെസ് റിലീസാകും. അത് വീണ്ടും അതിൻ്റെ ഇനീഷ്യൽ പൊസിഷൻ റീഗെയിൻ ചെയ്യും. ഓക്കെ, അതിൻ്റെ ഫൈനലായിട്ടുള്ള ആ ഒരു കംപ്രസ്ഡ് സ്റ്റേറ്റിലേക്ക് എന്ത് ചെയ്യും, തിരിച്ച് അത് പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ അതവിടെ കാരണം എന്താണ്, അവിടെ കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന സ്പ്രിങ്ങിൻ്റെ സ്പ്രിങ് ആക്ഷനാണ്. ഓക്കെ, സ്പ്രിങ് ആക്ഷനാണ് അതിന് കാരണമായിട്ട് വരുന്നത്. അപ്പോൾ അതാണ് അവിടുത്തെ എന്തെന്ന് പറയുന്നത്, ആ ഒരു ബാലൻസിങ് ഫോഴ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ പറയുന്ന രണ്ട് ഫോഴ്സുകൾ, അതായത് ബാലൻസും റീഡിങ്ങും, ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിഫ്ലക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സിൽ സാധാരണയായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന കൺട്രോളിംഗ് ടോർക്ക് ആയിരിക്കും നമുക്ക് പലപ്പോഴായിട്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഇപ്പോൾ സ്പ്രിംഗ് ബാലൻസിൻ്റെ കേസിൽ കൺട്രോളിംഗ് ടോർക്ക് അല്ലെങ്കിൽ കൺട്രോളിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഈ സ്പ്രിങ്ങിൽ രൂപം കൊള്ളുന്ന ഫോഴ്സാണ്. ആ ഫോഴ്സ് എന്താണ്, F -kx ആണ്. എക്സ് നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിൻ്റെ എലോങ്ങേഷൻ എത്രയാണ്, അതാണ് എക്സ് എന്ന് പറയുന്നത്. കെ എന്ന് പറയുന്നത് ആ സ്പ്രിങ്ങിൻ്റെ സ്പ്രിംഗ് കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഫിസിക്സിൽ പഠിച്ചതാണ്, അതും കൂടെ ഇവിടെ അപ്ലൈ ചെയ്യണം. അപ്പോൾ സ്പ്രിംഗ് കോൺസ്റ്റൻ്റ് ആണ്. ആ കെ വാല്യൂവും കൂടെ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഫോഴ്സ് മെഷർ ചെയ്യാൻ പറ്റും. ആ ഫോഴ്സ് എത്രയാണെന്ന് നോക്കിയിട്ടാണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ഈ ഒരു വെയിറ്റ് എത്രയാണ്, ഇത് ഭാരം എത്രയാണെന്നുള്ളത് നമ്മൾ അറിയുന്നത്.
ഓക്കെ, സോ ഇതാണ് ഈ പറയുന്ന വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ദി ഡിഫ്ലക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് വരുന്നത്? ഈ പറയുന്ന ഡിഫ്ലക്റ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് വന്നിട്ടുണ്ടായിരിക്കും, അത് അൺനോൺ ക്വാണ്ടിറ്റിയാണ്. അതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്തുണ്ടായിരിക്കും, സ്വാഭാവികമായിട്ടും മറ്റൊരു ഫോഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒപ്പോസിങ് എഫക്റ്റ് എത്രയാണെന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പോൾ സ്പ്രിങ്ങിൻ്റെ കേസിലാണെങ്കിൽ ഞാൻ പറഞ്ഞു F = -kx, അത് വെച്ചുകൊണ്ട് ആ ഫോഴ്സ് നമുക്ക് മെഷർ ചെയ്യാം. അപ്പം ഈ പറയുന്ന ഫോഴ്സ് എത്രയാണോ, ആ ഡിഫ്ലക്ഷൻ എത്രയാണോ അത് നോക്കിയിട്ടായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത്രയും ഡിഫ്ലക്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മെഷർ ചെയ്യും. ആ മെഷർ = ഇതിന് ഈക്വലൻ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, പറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യമാണ്. ഡിഫ്ലക്ഷൻ ഇൻസ്ട്രുമെൻറ്റ്സിലെ മെഷർമെൻറ്റ് എങ്ങനെയാണ്, വർക്കിംഗ് പ്രിൻസിപ്പിൾ എങ്ങനെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ട്. ഓക്കെ, ഇതിനടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഡിഫ്ലക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഇതിന് എന്തെല്ലാം ക്യാരക്ടറിസ്റ്റിക്സ് ആണ് വരുന്നത് എന്നുള്ളതാണ്. ഒന്നാമത്തത് ക്വിക്ക് റീഡിംഗ് ആണ്. പെട്ടെന്ന് നമ്മൾ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇമീഡിയറ്റ്ലി നമുക്കത് റീഡ് ചെയ്തിട്ട് കിട്ടും. ഇപ്പോൾ സ്പ്രിംഗ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ അതിലേക്ക് ഒരു ഭാരം വെച്ച് കഴിഞ്ഞാൽ അത് എലോങ്ങേറ്റ് ചെയ്ത് ഏത് പൊസിഷനിൽ വന്ന് നിൽക്കുന്നോ റീഡിംഗ് നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഈ സ്പ്രിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആട്ടം നിൽക്കില്ല. അതെങ്ങനെയായി കഴിഞ്ഞാലും അതിലേക്ക് ഒരു ഭാരം ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്പ്രിംഗ് ആക്ഷൻ അവിടെ ഉണ്ടായിരിക്കില്ല, താഴേക്ക് വരും, മുകളിലേക്ക് പോകും. കാരണം ഒരു ഹാർമോണിക് മോഷൻ അവിടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇത് നമ്മൾ പഠിച്ചതാണ്. മെക്കാനിക്സ് പഠിച്ച സമയത്ത് അതിൻ്റെ അവസാനത്തെ ഭാഗത്ത് ഹാർമോണിക് മോഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്പ്രിങ്ങിൻ്റെ ഹാർമോണിക് മോഷനും പഠിച്ചിട്ടുണ്ട്, പെൻഡുലത്തിൻ്റെ ഹാർമോണിക് മോഷനും പഠിച്ചിട്ടുണ്ട്, 2π√L/g ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, യെസ്. ഇനി ഇവിടേക്ക് വരുന്ന സമയത്ത് ലെസ് ആക്യുറേറ്റ് ആണ്. കാരണം എന്താണ്, ഈ ഒരു ഹാർമോണിക് മോഷൻ അവിടെ ഉണ്ടാകുന്നത് കൊണ്ട് ആ കറക്റ്റ് വാല്യൂ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് നേരം വെയിറ്റ് ഒക്കെ ചെയ്തിട്ട് കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, മെഷർ ചെയ്ത് എടുക്കേണ്ടി വരും. ഇനി അതുപോലെ തന്നെ ലോഡിംഗ് എഫക്റ്റ് ഇസ് പ്രസൻറ്റ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഈ സ്പ്രിങ്ങിൻ്റെ കേസിലേക്ക് നിങ്ങൾ ലോഡ് ചെയ്യുന്ന സമയത്ത് ഓക്കെ, അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു എനർജി അതിൽ പെർസിസ്റ്റിംഗ് ആയിട്ട് കുറച്ച് സമയം കൂടെ നിൽക്കുന്നുണ്ടായിരിക്കും. അതായത് ദ ഇൻസ്ട്രുമെൻറ്റ് ഡ്രോസ് സം എനർജി ഫ്രം ദ സർക്യൂട്ട് ബീങ് മെഷേർഡ്. ഓക്കെ, അതായത് ഈ ഒരു അമ്മീറ്ററിൻ്റെ കേസ് അല്ലെങ്കിൽ വോൾട്ട് മീറ്ററിൻ്റെ കേസ് നിങ്ങൾ എടുക്കുക. അപ്പോൾ അതിലേക്ക് നിങ്ങൾ സ്വാഭാവികമായിട്ടും ഇതുപോലൊരു ബാറ്ററി നിങ്ങൾ കണക്ട് ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക. ബാറ്ററി കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കോപ്പറിന് റെസിസ്റ്റൻസ് വരുന്നുണ്ട്. ഓക്കെ, കോപ്പറിന് സ്വാഭാവികമായിട്ടും റെസിസ്റ്റൻസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ബാറ്ററിയുടെ ഒരു പവർ ഉണ്ടായിരിക്കും. അപ്പോൾ പവർ പവർ VI ആണ്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഈ പറയുന്ന റെസിസ്റ്റൻസിനൊക്കെ എന്ത് വരുന്നുണ്ട്, ഒരു റോള് വരുന്നുണ്ട്. അപ്പോൾ റെസിസ്റ്റൻസ് ഒക്കെ കൂടുന്നതിനനുസരിച്ചിട്ട് ചിലപ്പോൾ കറണ്ടിൻ്റെ ഫ്ലോ കുറയാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, V=IR ആണ്. V=IR ആണ്. അപ്പോൾ ഈ വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ, ഇപ്പോൾ ഇവിടെ ഈ നമ്മൾ ഉപയോഗിക്കുന്ന കോപ്പറിന് റെസിസ്റ്റൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കറണ്ട് കുറയാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, നമ്മൾ 3 വോൾട്ടിൻ്റെ ഒരു ബാറ്ററിയാണ് വാങ്ങുന്നത്. 3 വോൾട്ടിൻ്റെ ബാറ്ററി വാങ്ങിയെന്ന് വിചാരിക്കുക. ആ 3 വോൾട്ടിൻ്റെ ബാറ്ററി നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവർ റെസിസ്റ്റൻസ് കൂടിയതും കുറഞ്ഞതുമായിട്ടുള്ള വയർ ഉപയോഗിച്ചിട്ടാണ് ഇതിനെ അമ്മീറ്ററിലേക്ക് കണക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 2 സിറ്റുവേഷനിലും നമുക്ക് കിട്ടുന്ന കറണ്ട് രണ്ടും 2 റീഡിംഗ് ആയിരിക്കും. ഇപ്പോൾ റെസിസ്റ്റൻസ് കൂടിയത് ഉപയോഗിക്കുന്ന സമയത്ത് കറണ്ട് കുറവായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് ഒരു വാല്യൂ എടുക്കുകയാണെങ്കിൽ, ഓം വാല്യൂ അല്ലെങ്കിൽ പെർഫെക്റ്റ്ലി ബാലൻസ്ഡ് ആയിട്ടുള്ളതൊന്നും അല്ല എടുക്കുന്നത്, അല്ലാതെ എടുക്കുകയാണ്. ഇപ്പോൾ റെസിസ്റ്റൻസ് 2 വരുന്നത് ഞാൻ എടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ, ആ സമയത്ത് ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് 8 ആണ്. ഓക്കെ, ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് 8 ആണ്. ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ 16 വോൾട്ടാണ്. ഓക്കെ, ബാറ്ററിയുടെ 16 വോൾട്ടിൻ്റെ ബാറ്ററി എന്ന് വിചാരിക്കുക. എന്നാൽ ഞാൻ ഈ പറയുന്ന കണക്ട് ചെയ്യുന്ന ഈ ഒരു കോപ്പർ വയർ, ഓക്കെ, ഈ ഒരു കോപ്പർ വയർ, ആ കോപ്പർ വയറിൻ്റെ റെസിസ്റ്റൻസ് 4 എന്ന് വിചാരിക്കുക. ഓക്കെ, 4 എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ റെസിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ബാറ്ററിയുടെ വോൾട്ട് എന്ന് പറയുന്നതിൽ മാറ്റമില്ല, 16 വോൾട്ടിൻ്റെ ബാറ്ററി തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും, കറണ്ട് കുറയും, കറണ്ട് 4 മാറും. 4 × 4 16 വോൾട്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻസിൻ്റെ ക്യാരക്ടറിസ്റ്റിക് അല്ലെങ്കിൽ നമ്മളത് പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചില കണ്ടീഷൻസ് ഉണ്ടായിരിക്കും. അത് സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഡിഫ്ലക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻസിനെ സ്വാധീനിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അതും കൂടി ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. അടുത്തത് സിമ്പിൾ ഇൻ കൺസ്ട്രക്ഷൻ ആൻഡ് ഈസി ടു യൂസ് ആണ്. ഇപ്പോൾ സ്പ്രിംഗ് ബാലൻസ് ഒക്കെ ആണെങ്കിൽ വളരെ എളുപ്പമാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് അത് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്തത് സെൻസിറ്റീവ് ടു എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ആണ്. എക്സ്റ്റേണൽ ആയിട്ടുള്ള കണ്ടീഷൻ. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഒരു സ്പ്രിംഗ് ബാലൻസ് കാറ്റടിക്കുക എന്ന് വിചാരിക്കുക. കാറ്റടിക്കുന്ന സമയത്ത് ഇതിന് ചെറിയൊരു ആട്ടം ഉണ്ടായി കഴിഞ്ഞാൽ പോലും അത് ഈ പറയുന്ന സ്പ്രിംഗ് ബാലൻസിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള പ്രഷർ വ്യത്യാസങ്ങൾ, എക്സ്റ്റേണൽ ആയിട്ട് വരുന്ന ടെമ്പറേച്ചർ വ്യത്യാസങ്ങൾ, ഇതൊക്കെ സ്വാഭാവികമായിട്ടും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, എഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഫ്രിക്ഷൻ, ടെമ്പറേച്ചർ, വൈബ്രേഷൻസ്, അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ്, ഇതൊക്കെ ഡിഫ്ലക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻസിനെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. അതാണ് പറയുന്നത് സെൻസിറ്റീവ് ടു എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ആണ്. ഓക്കെ, എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസിനോട് ഹൈലി സെൻസിറ്റീവ് ആയിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. അടുത്തത് ചീപ്പർ ദാൻ നൾ ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് ആണ്. കാരണം നൾ ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ എന്താണ്, ബെറ്റർ കാലിബ്രേഷനൊക്കെ ഉള്ള കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരുന്നതാണ് നൾ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്. നമ്മൾ നേരത്തെ പഠിച്ചു, ഇത് കുറച്ചുകൂടെ സിമ്പിളാണ്. ഓക്കെ, സിമ്പിളാണ്. സിമ്പിളാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എന്തായിരിക്കും, ചീപ്പായിരിക്കും. ഓക്കെ, കുറച്ചുകൂടെ ചീപ്പായിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഡിഫ്ലേഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ്, അതിൻ്റെ പെർട്ടിക്കുലർ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് ഓർത്ത് വയ്ക്കണം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. അടുത്തത്
കോമൺ എക്സാമ്പിൾസ് ഓഫ് ദി ഡിഫ്ലക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഡിഫ്ലക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ കോമൺ ആയിട്ടുള്ള ചില എക്സാമ്പിൾസും കൂടെ ഒന്ന് ഓർത്ത് വെക്കണം. ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഇമേജും കൊടുത്തിട്ടുണ്ട്, ഒന്ന് വായിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞ സ്പ്രിംഗ് ബാലൻസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ദെൻ അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റ്സ് വരുന്നുണ്ട്, ദെൻ ഇലക്ട്രോ ഡൈനാമോമീറ്റർ വരുന്നുണ്ട്, അതൊക്കെ ഇതിൻ്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ PMMC അമ്മീറ്റർ വരുന്നുണ്ട്, അതുപോലെ തന്നെ വോൾട്ട് മീറ്റർ ഒക്കെ ഇതിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നതാണ്, ഒന്ന് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ മെർക്കുറി തെർമോമീറ്റർ, ഇതൊക്കെ ഡിഫ്ലക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് നൾ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് വരുന്നുണ്ട്. നൾ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു അൺനോൺ ക്വാണ്ടിറ്റി, അതായത് നിങ്ങൾക്ക് വെയിറ്റ് അറിയാത്ത അത്രയും തക്കാളി നിങ്ങൾ ഇവിടെ വെച്ചു, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്, ഇവിടേക്ക് വെയിറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 100 ഗ്രാം 200 ഗ്രാം 300 ഗ്രാം 500 ഗ്രാമിൻ്റെ കട്ട ഇട്ടു. അപ്പോൾ അത് ബാലൻസ് ആയി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇവിടെയുള്ളതും 500 ഗ്രാമിൻ്റെ തക്കാളിയാണ്. അപ്പം അൺനോൺ ക്വാണ്ടിറ്റിയെ നോൺ ക്വാണ്ടിറ്റിയുമായിട്ട് റെഫറൻസിലേക്ക് കൊണ്ടുവന്നിട്ടായിരിക്കും നിങ്ങൾ അവിടെ വാല്യൂ മെഷർ ചെയ്യുന്നത്. ഓക്കെ, സോ ആ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ വെച്ചിരിക്കുന്ന തക്കാളി എന്ന് പറയുന്നത് 370 ഗ്രാമാണെന്ന് വിചാരിക്കാം. 370 ഗ്രാമാണ്. നിങ്ങളുടെ അടുത്ത് 100 ഗ്രാമിൻ്റെ കട്ടയുണ്ട്. ഓക്കെ, 100 ഗ്രാമിൻ്റെ 3, 4, 5 കട്ട നിങ്ങളുടെ കയ്യിലുണ്ട്. 50 ഗ്രാമിൻ്റെ കട്ടയുണ്ട്, പക്ഷേ 20 ഗ്രാമിൻ്റെ കട്ട നിങ്ങളുടെ കയ്യിലില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എക്സാക്ട്ലി മെഷർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത് 350 വേണമെങ്കിൽ നിങ്ങൾക്ക് മെഷർ ചെയ്യാം, അതുപോലെ 400 മെഷർ ചെയ്യാം. അതിൻ്റെ ഇടയ്ക്കുള്ള 370 ഗ്രാം നിങ്ങൾക്ക് അവിടെ മെഷർ ചെയ്യാൻ പറ്റാതെ വരും. ഓക്കെ, കാരണം അതിന് പറ്റിയിട്ടുള്ള ബാലൻസ് നിങ്ങളുടെ കയ്യിലില്ല. അപ്പോൾ ഇവിടേക്ക് വരുന്ന സമയത്ത് ഈ ബാലൻസിൻ്റെ കേസിൽ നിങ്ങൾക്ക് എക്സാക്റ്റ് ആയിട്ട് മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ അപ്ലൈ ചെയ്യുന്ന ഈ വെയിറ്റ് എന്ത് വേണം? നിങ്ങളുടെ കയ്യിൽ എല്ലാ ടൈപ്പ് വെയിറ്റും വേണം. എല്ലാ ടൈപ്പ് വെയിറ്റും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എക്സാക്റ്റ് ആയിട്ട് അവിടെ മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി എല്ലാ ടൈപ്പ് വെയിറ്റും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയും ചെയ്യും. പെർഫെക്റ്റ്ലി ബാലൻസ് ആക്കി വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ബാലൻസ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു അഡ്വാൻറ്റേജും അതുപോലെ തന്നെ നെഗറ്റീവ് അഡ്വാൻറ്റേജും ഉണ്ട്. കൃത്യമായിട്ട് നമ്മുടെ അടുത്ത് എന്ത് വേണം, ഈ പറയുന്ന നോൺ റെഫറൻസ് ക്വാണ്ടിറ്റി നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ആ റെഫറൻസ് ക്വാണ്ടിറ്റി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന റീഡിംഗ് എടുക്കാം. അല്ലാത്ത കേസിലാണെങ്കിൽ റീഡിംഗ് എടുക്കുന്ന സമയത്ത് വാല്യൂവിൽ ചേഞ്ച് ഉണ്ടായിരിക്കും. ഓക്കെ, അതാണ് അറ്റ് ബാലൻസ് അൺനോൺ ക്വാണ്ടിറ്റി ഈസ് ഈക്വൽ ടു നോൺ റെഫറൻസ് ക്വാണ്ടിറ്റി ആയിരിക്കും. ഇതാണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, ഒന്ന് ഓർത്ത് വയ്ക്കാം. ഓക്കെ, ബാക്കി കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇതുവരെ പറഞ്ഞ കാര്യങ്ങളാണ്. ഇനി അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നോക്കുക. അൺനോൺ ക്വാണ്ടിറ്റി പ്രൊഡ്യൂസസ് ആൻ എഫക്റ്റ്. ഓക്കെ, ഈ പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്തു, തക്കാളി വെച്ചപ്പോൾ ആ തട്ട് എന്ത് ചെയ്തു, താഴ്ന്നു പോയി. അപ്പോൾ എന്താണ് അവിടെ ഡിഫ്ലക്ഷനോ അല്ലെങ്കിൽ ഒരു കറണ്ടോ ഇതുപോലെ ഒരു ചേഞ്ച് നിങ്ങൾ ആ അൺനോൺ ക്വാണ്ടിറ്റി ഈ പറയുന്ന മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിലേക്ക് വെക്കുന്ന സമയത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, അവിടെ ഒരു നോൺ ഒപ്പോസിങ് എഫക്റ്റേഴ്സ് അപ്ലൈഡ് ബൈ അഡ്ജസ്റ്റിംഗ് ഓർ കാലിബ്രേറ്റിംഗ് ദ ഡയൽ. അപ്പോൾ എന്ത് ചെയ്തു, ഇപ്പുറത്തെ തട്ടിലേക്ക് നിങ്ങളുടെ കയ്യിലുള്ള ത്രാസ് അല്ലെങ്കിൽ കട്ടകൾ വെക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ കട്ടകൾ വെച്ച് എന്ത് ചെയ്തു, അത് 0 അല്ലെങ്കിൽ ബാലൻസ് ആക്കി. അങ്ങനെ ബാലൻസ് ആക്കിയതിന് ശേഷം എന്ത് ചെയ്തു, ആ ഡയലിലെ റീഡിങ് നിങ്ങൾ എടുത്തു. ഇത് ബാലൻസ് ആക്കിയ സമയത്ത് ഇപ്പുറത്ത് എത്ര കട്ട വെച്ചു എന്ന് നിങ്ങൾ നോക്കി. 50 ഗ്രാമിൻ്റെ കട്ട വെച്ചിട്ടുണ്ട്, 500 ഗ്രാമിൻ്റെ കട്ട വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ്, അത് രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് 500 ഗ്രാമാണ് അതിൻ്റെ ഭാരം എന്ന് നിങ്ങൾ എന്ത് ചെയ്തു, റീഡ് ചെയ്തെടുത്തു. ഓക്കെ, ഇതാണ് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, ഡിഫറെൻറ്റ് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, ഒന്ന് വായിച്ച് നോക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി നൾ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നുണ്ട്. ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹൈലി ആക്യുറേറ്റ് ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഡിഫ്ലക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് അത്രത്തോളം ആക്യുറേറ്റ് ആയിട്ടുള്ള ആ പറയുന്ന നമ്മൾ ഉപയോഗിക്കുന്ന കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ്. ഇനി അതുപോലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഹാർമോണിക് മോഷൻസ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫ്ലക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സിനെ സ്വാധീനിക്കുന്നുണ്ട്. എന്നാൽ നൾ ടൈപ്പിലേക്ക് വരുന്ന സമയത്ത് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ കിട്ടുന്നുണ്ടായിരിക്കും. ഓക്കെ, സോ ആക്യുറസി ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി കാലിബ്രേറ്റഡ് സ്റ്റാൻഡേർഡ്സ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങളുടെ അടുത്ത് 100 ഗ്രാമിൻ്റെയും 50 ഗ്രാമിൻ്റെയും കട്ട മാത്രമേ ഉള്ളെങ്കിൽ 370 ഗ്രാം നിങ്ങൾക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ കിട്ടില്ല. അപ്പോൾ എന്താണ്, ആക്യുറസി ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി കാലിബ്രേഷൻ സ്റ്റാൻഡേർഡ്. നിങ്ങളുടെ കയ്യിലുള്ള റെഫറൻസ് ക്വാണ്ടിറ്റി നിങ്ങളുടെ കയ്യിലെല്ലാം ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മെഷർ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റില്ല. ദെൻ സ്ലോവർ റെസ്പോൺസ് ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞു, ഒരു സ്പ്രിംഗ് ബാലൻസിൽ നിങ്ങൾ വെയിറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ സ്പ്രിംഗ് ഒറ്റയടിക്ക് താഴ്ന്നു വന്നിട്ട് ആ വെയിറ്റിന് തുല്യമായിട്ട് നിൽക്കും, നിങ്ങൾക്ക് ഈസി ആയിട്ട് റീഡിംഗ് എടുക്കാൻ പറ്റും. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തക്കാളി നിങ്ങൾ തൂക്കി നോക്കുന്ന സമയത്ത് നിങ്ങൾ ഈ പറയുന്ന പോലെ കട്ടയിട്ട് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കട്ടകൾ മാറ്റി വെച്ച് ചിലപ്പോൾ തക്കാളി ഒക്കെ 1-2 എടുത്ത് മാറ്റി ബാലൻസ് ആക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ റീഡിംഗ് കിട്ടുള്ളൂ. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലോവർ റെസ്പോൺസ് ആണ്. നീഡ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ടു റീച്ച് ദ നൾ കണ്ടീഷൻ, അതായത് 0 കണ്ടീഷനിലേക്ക്, ബാലൻസ്ഡ് കണ്ടീഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ റീഡിംഗ് എടുക്കാൻ പറ്റൂ. ആ ബാലൻസ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം. അടുത്തത് നോ ലോഡിംഗ് എഫക്റ്റ് അറ്റ് ദ നൾ കണ്ടീഷൻ. അപ്പോൾ ലോഡിംഗ് എഫക്റ്റ് അവിടെ നൾ കണ്ടീഷൻസിലേക്ക് വരുന്ന സമയത്ത് വരുന്നില്ല. കാരണം ഈ പറയുന്ന സർക്യൂട്ടിൽ നിന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളിൽ നിന്നോ എക്സ്റ്റേണൽ ആയിട്ടുള്ള പവർ ഒന്നും വരുന്നില്ല. നമ്മൾ സിമ്പിളായിട്ട് ജസ്റ്റ് ബാലൻസിങ് ആണ് ചെയ്യുന്നത്.
അപ്പോൾ രണ്ടും, അതായത് ലെഫ്റ്റിൽ എന്ത് കണ്ടീഷൻ വരുന്നോ അതേ കണ്ടീഷൻസ് റൈറ്റിലും ബാധിക്കും. അപ്പോൾ എന്താകും, ബാലൻസ് ചെയ്ത് പോകും. ഓക്കെ, ഒരേപോലെ അവിടെ ബാധിക്കുന്നത് കൊണ്ട് രണ്ടും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ബാലൻസ് ചെയ്ത് പോകുന്നുണ്ടായിരിക്കും. ഓക്കെ, അതാണ് നോ ലോഡിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഈ ത്രാസിൻ്റെ വലത് ഭാഗത്ത് ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ ഇടത് ഭാഗത്തും ഫ്രിക്ഷൻ ഉണ്ടായിരിക്കും, സ്വാഭാവികം. കാരണം ഒരേ മെറ്റീരിയൽ, ഒരേ ഇൻസ്ട്രുമെൻറ്റ്സ് ഒരേപോലെ നിർമ്മിച്ചത് കൊണ്ട് റൈറ്റിലും ലെഫ്റ്റിലും ഫ്രിക്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ലെഫ്റ്റിലുള്ള മൂവ്മെൻറ്റ്സ് രണ്ട് ഭാഗത്തും ഒരേപോലെ ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ട് അത് ബാലൻസ് ചെയ്ത് പോകും. അപ്പോൾ എന്താണ്, ഈ ലോഡിംഗ് എഫക്റ്റ് അവിടെ ഉണ്ടായിരിക്കില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, എന്താണ് ലോഡിംഗ് എഫക്റ്റ് എന്നുള്ളതും കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ലോഡിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ദ സിസ്റ്റം ഡ്രോസ് പവർ ഫ്രം ദി മെഷേർഡ് സർക്യൂട്ട്, അല്ലെങ്കിൽ നമ്മൾ മെഷർ ചെയ്യുന്നതിനെ ഈ സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്, ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ലോഡിംഗ് എഫക്റ്റ് എന്ന് പറയും. ഇതിനടുത്തത് യൂസ്ഡ് മെയിൻലി ഫോർ ദി പ്രിസിഷൻ ലബോറട്ടറി മെഷർമെൻറ്റ്. ലബോറട്ടറിയിലൊക്കെയുള്ള നമ്മുടെ പ്രിസിഷൻ മെഷർമെൻറ്റിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഈ പറയുന്ന നൾ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മോർ കോംപ്ലക്സ് ആൻഡ് കോസ്റ്റ്ലി ദാൻ ദ ഡിഫ്ലക്ഷൻ ടൈപ്പ് ആണ്. കാരണം കോംപ്ലക്സ് ആണെങ്കിൽ കോസ്റ്റ്ലി ആയിട്ട് മാറുകയും കൂടെ ചെയ്യും. ഇതിനടുത്തത് ഇൻഡിക്കേറ്റർ. ഓക്കെ, സോ ഇൻഡിക്കേറ്റർ എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ഗാൽവാനോമീറ്റർ വരുന്നുണ്ട്. സോ അത് എന്ത് ചെയ്യുന്നുണ്ട്, 0 ആണ് അവിടെ പ്രധാനമായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിറ്റക്ട് ചെയ്യുന്നത്. അതിനനുസരിച്ച് വാല്യൂ എന്ത് ചെയ്യും. ഓക്കെ, നോ കാലിബ്രേഷൻ ഓഫ് ദി ഇൻഡിക്കേറ്റർ ഇസ് നീഡഡ്. കാലിബ്രേഷൻ ഒന്നും അവിടെ എന്ത് വരുന്നില്ല, ആവശ്യമായിട്ട് വരുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്നത്. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക, നൾ ടൈപ്പ് ഇൻസ്ട്രുമെൻസിൻ്റെ കേസിലാണ്. ഇനി ഡിഫറെൻ്റ് ആയിട്ടുള്ള നൾ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ഓക്കെ, അവിടെ പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനില്ലാത്തത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നൾ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സിലേക്ക് വരുന്ന സമയത്ത് ബാലൻസിങ് വേണം, നമ്മൾ അവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം. അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് കിട്ടുള്ളൂ. ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കാനുണ്ട്. ഈ പറഞ്ഞ പോലെ വീസ്റ്റോൺ ബ്രിഡ്ജ്, അതുപോലെ തന്നെ കെൽവിൻ ഡബിൾ ബ്രിഡ്ജ്, അതുപോലെ തന്നെ മാക്സ്വെൽ ഹേ ആൻഡേഴ്സൺ ബ്രിഡ്ജ്, ഇതൊക്കെ നമുക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടെ കഴിയുമ്പോൾ പഠിക്കാനുണ്ട്. അത് നമുക്ക് ആ സമയത്ത് പഠിക്കാം. ഇനി ഈ പറയുന്ന ഡിഫ്ലക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സും നൾ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നിങ്ങൾക്ക് കിട്ടും. ഈ പറയുന്ന പോലെ ആക്യുറേറ്റ് ആണോ, ഫാസ്റ്റ് ആണോ, ഓക്കെ, അതുപോലെ തന്നെ ലെസ് സ്കിൽ നീഡഡ്, സ്കിൽ ആവശ്യമുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതൊന്ന് വായിച്ച് നോക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന പോയിന്റുകളാണ്. ഇനി ഇവിടുന്ന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓരോ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും എക്സ്പ്ലനേഷനും കൊടുത്തിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിരിക്കുന്നത്, അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഈ ഭാഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത്. ആ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും അവിടുന്ന് 100% മാർക്ക് നിങ്ങൾക്ക് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ള ഭാഗങ്ങൾ കൃത്യമായിട്ടൊന്ന് വായിച്ച് നോക്കുക. കൃത്യമായിട്ട് വായിച്ച് നോക്കിയതിന് ശേഷം ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടെ ചെയ്ത് നോക്കുക. ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾക്ക് എന്തായിരിക്കും, അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മുടെ നോട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ രൂപത്തിലേക്കായിരിക്കും വരുന്നത്. അതായത് കൃത്യമായിട്ട് ഓരോ ഭാഗങ്ങളും സിലബസിൻ്റെ ഒരു ഭാഗം വിട്ടു പോകാതെ നമ്മൾ കവർ ചെയ്യുന്നുണ്ടായിരിക്കും. ആ കവർ ചെയ്തതിന് ശേഷം ഇതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും മോഡൽ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇനി ഈ മൊഡ്യൂൾ കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും നേരെ നമ്മുടെ ആപ്പിൽ പോയിട്ട് മൊഡ്യൂൾ വൈസ് ടെസ്റ്റ് എടുത്ത് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ അങ്ങനെ വെൽ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അപ്പോൾ ക്ലാസ് ആയിക്കോട്ടെ, നോട്ട് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ടെസ്റ്റ് ആയിക്കോട്ടെ, എവറിത്തിങ് ഈസ് ദിയർ. ഓക്കെ, അങ്ങനെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് വരുന്നതാണ് നമ്മുടെ ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 8281694495 എന്ന് പറയുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കാം. അതല്ലെങ്കിൽ KAS റാങ്കർ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് നേരിട്ട് കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതുമാണ്. ഓക്കെ, യെസ്, ഓക്കെ. സോ ഇതുപോലെ കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ദെൻ അതുപോലെ തന്നെ നമ്മൾ ഇൻസ്പെക്ടിംഗ് അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള മെറ്റീരിയൽസ് നമ്മുടെ ടെലഗ്രാം ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ നോട്ട്സിൻ്റെ ഒക്കെ സാമ്പിൾ നോട്ട്സ് കിട്ടാൻ വേണ്ടിയിട്ട് ടെലഗ്രാം ചാനൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. അവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് കിട്ടുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ എക്സൈസ് ഇൻസ്പെക്ടറിൻ്റെയും സാമ്പിൾ നോട്ട്സ്, അതുപോലെ തന്നെ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ താങ്ക് യു എവരിവൺ, വിഷ് യു എവരിവൺ ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, യെസ്, സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.